So we can start our session. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് മാക്രോ ഇക്കണോമിക്സിന്റെ ഒരു കംപ്ലീറ്റ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ്. ഡെപ്ത് ആയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇതൊരു സെഷനിൽ തീരൂല. ഒരു ഒന്നോ രണ്ടോ മൂന്നോ സെഷൻസ് വേണ്ടി വരും. നമുക്കറിയാം UGC നെറ്റ് എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് വരുന്ന മാക്രോ ഇക്കണോമിക്സിന്റെ ഏരിയ. അതായത് 10ഉം 15ഉം ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്രോ ഇക്കണോമിക്സ് എന്ന് മാത്രം ചോദിച്ചിട്ടുള്ള എക്സാമുകൾ UGC നെറ്റ് എക്കണോമിക്സിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ 20 മാർക്കായി. അതായത് ഒരാളുടെ നെറ്റിനെയോ JRFനെയോ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ മാർക്കാണ് ഒരൊറ്റ സബ്ജക്റ്റിൽ നിന്ന് മാത്രം ചോദിക്കുന്നത്. സോ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഇൻഡെപ്ത് ആയിട്ടാണ് മാക്രോ ഇക്കണോമിക്സ് പോകുക. മാക്രോ ഇക്കണോമിക്സ് രണ്ട് അപ്പോൾ ഓൾറെഡി ജ്യോതിക മിസ്സിന്റെ ഒരു സെഷൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? ഐ മീൻ PYQs ഒക്കെ വെച്ചിട്ട് ഏരിയ വെച്ചിട്ട് തന്നെയുള്ള സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു സെഷൻ ഉണ്ടാവും. കംപ്ലീറ്റ് ഏകദേശം മാക്രോ ഇക്കണോമിക്സിലെ എത്ര ഏരിയ ഉണ്ടോ അത്രയും ഏരിയ നമ്മൾ കവർ ചെയ്യും. ഒരൊറ്റ ക്ലാസ്സിലൂടെ അല്ല, ഞാൻ പറഞ്ഞില്ല 3-4 ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കൂടെ തന്നെ ഫഹ്സാന മിസ്സിന്റെ മാക്രോ ഇക്കണോമിക്സിൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഫാക്കൾട്ടീസിൽ ഒരാളാണ് ഫഹ്സാന മിസ്. ഫഹ്സാന മിസ്സിന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് മാക്രോ ഇക്കണോമിക്സിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ PPT ഏകദേശം 277 സ്ലൈഡുകൾ ഉണ്ട്. അപ്പൊ അത് എത്ര ക്ലാസ് കൊണ്ടാണ് തീരുക എന്നുള്ളത് എനിക്ക് അറിയില്ല. ബട്ട് വാട്ട് എവർ, അത് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ നിലവില് 8 മണിക്കാണ് രാത്രി നമ്മുടെ നോർമൽ സെഷൻസ് ഉള്ളത്. ഐ മീൻ ഇപ്പൊ നടക്കുന്നത് പോലെ. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഒരു പോൾ ഇട്ടിരുന്നു. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയ ടൈം ഏതാന്ന് ചോദിച്ചപ്പോൾ മോർണിംഗ് 7 മണിക്ക് എന്നും അതുപോലെ ഈവനിങ് 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് എന്നുള്ള രൂപത്തിൽ 2 ടൈമാണ് ഇപ്പോൾ കറന്റ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു സെഷൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് രാത്രി 8 മണിക്ക് മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് ഇന്ന് ഗ്രൂപ്പിൽ പോൾ ഇട്ട പോലെ മേ ബി നാളെ 7 മണിക്ക് ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈവനിങ് 5 മണിക്കും ക്ലാസ് ഉണ്ടാവും. നമുക്കൊരു 2-3 ദിവസം കൊണ്ട് മാക്രോ ഇക്കണോമിക്സ് ഫിനിഷ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം ഒരു 2 സെഷൻസ് എങ്കിലും വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാക്രോ ഇക്കണോമിക്സ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ, എനിക്കറിയാം ഒരുപാട് തിരക്കുള്ള ആളുകൾ ഉണ്ടാവും, ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ലൈവ് സെഷൻസിൽ കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആക്കുന്നുണ്ട്. അത് പിറ്റേന്നൊക്കെ മുമ്പായിട്ട് തന്നെ, അതായത് നെക്സ്റ്റ് ഇപ്പൊ ഇന്ന് മാക്രോ ഇക്കണോമിക്സിൽ നമുക്ക് എത്ര എടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കവർ ചെയ്ത് പോകും. അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് PPTയും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ. ഇത് കഴിഞ്ഞ് ലൈവ് സെഷൻസ് ഇന്ന് രാത്രി തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതും കഴിഞ്ഞ് നിങ്ങൾ ഈ ലൈവ് സെഷൻസ് കേൾക്കണം, ഈ മെറ്റീരിയൽ വായിക്കണം. ഐ ക്യാൻ ഗ്യാരണ്ടി നിങ്ങൾ ഈ ഒരു മറ്റ് കണ്ടന്റിലേക്കോ മറ്റ് മെറ്റീരിയൽസിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ നമ്മുടെ മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ യു ക്യാൻ ക്രാക്ക് നെറ്റോ JRF. കാരണം അത്രയും കോംപ്രഹെൻസീവ് ആയിട്ട് അത്രയും റെഫറൻസ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽസും PPTയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ചിലർക്ക് തോന്നും ഇതൊരു ക്രാഷ് കോഴ്സ് അല്ലേ, നമുക്ക് ഇത് മാത്രം മതിയോ എന്നുള്ളത്. നിങ്ങൾക്ക് നെറ്റ് വാങ്ങിക്കാനാണെങ്കിൽ ഇത് മാത്രം മതി. നിങ്ങൾ പേപ്പർ 1 കൂടി ഇതിന്റെ കൂടെ നോക്കണം കേട്ടോ. പേപ്പർ 1ന്റെ ചില മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ പേപ്പർ 1ന്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഞാൻ അയച്ചുതരാം. അതുപോലെ ഒരു പേപ്പർ 1ന്റെ കുറച്ച് എക്സ്ട്രാ വീഡിയോസിന്റെയും ലിങ്കുകൾ ഞാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വീഡിയോസും ഞാൻ പേഴ്സണലായിട്ട് സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾ അത് യൂസ് ചെയ്യുക. പേപ്പർ 1 ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പേപ്പർ 2 നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്യും. പേപ്പർ 1ന്ന് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പോലെയുള്ള ഇമ്പോർട്ടന്റ് ഏരിയാസും നമ്മൾ കവർ ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് സെഷൻ, ഐ മീൻ മാക്രോ ഇക്കണോമിക്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ പ്രിഫറൻസ്? ഏത് സബ്ജക്റ്റ് ആണ്? നമുക്ക് ഇക്കണോമെട്രിക്സും സ്റ്റാറ്റിസ്റ്റിക്സിലേക്കും പോകണോ?
അതോ മൈക്രോ ഇക്കണോമിക്സ് ഫിനിഷ് ചെയ്യണോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു താല്പര്യം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പോകാം. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിലൊന്നും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോപ്പുലേഷൻ എൻവയോൺമെന്റ് നമുക്ക് എടുക്കട്ടോ. അതിനൊക്കെ ചോദിക്കുന്ന ചില സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. നമ്മൾ അത് മാത്രം കാര്യമായിട്ട് ഫോക്കസ് ചെയ്താൽ മതി പോപ്പുലേഷൻ എൻവയോൺമെന്റിലൊക്കെ. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാ വേണ്ടതെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. എക്കണോമെട്രിക്സ് വേണല്ലേ? ഓക്കെ. ഓക്കെ, നമുക്ക് എന്നാല് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരു പാർട്ട് മാക്രോ കഴിഞ്ഞിട്ട് കവർ ചെയ്യാം. അപ്പൊ അതാകുമ്പോ ഹൈപ്പോത്തിസിസിൽ നിന്ന് എക്കണോമെട്രിക്സിലേക്ക് ചാടി അതാകുമ്പോൾ പേപ്പർ 1 നിങ്ങൾക്ക് ഏകദേശം കവർ ചെയ്യും ആ ഒരു ഏരിയാസ്. പേപ്പർ 2 ഏരിയാസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. വി ക്യാൻ പ്ലാൻ ദ സെഷൻ. ഓക്കെ, സോ ക്യാൻ വി സ്റ്റാർട്ട്? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, സോ മാക്രോ ഇക്കണോമിക്സിന്റെ സിലബസ് ആണ് നിങ്ങൾക്ക് ആദ്യം ഇവിടെ കാണാൻ പറ്റുക. നമുക്ക് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നാഷണൽ ഇൻകം കോൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ഏരിയ ഫിനിഷ് ചെയ്യണം. പറ്റുകയാണെങ്കിൽ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്, കെയ്നീഷ്യൻ ആൻഡ് ക്ലാസിക്കൽ അപ്രോച്ചും ഫിനിഷ് ചെയ്യണം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ല, ടൈം എങ്ങനെയാണ് നമുക്ക് അനുവദിക്കുക എന്ന് എനിക്ക് അറിയില്ല. ഇൻ കേസ് ടൈം ഫസ്റ്റ് ഏരിയാസിന് തന്നെ കൂടുതൽ പോകുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഇതിൽ എൻഡ് ചെയ്തിട്ട് ബാക്കി നാളെയൊക്കെ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മാക്രോ ഇക്കണോമിക്സിലെ ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ. നോർമൽ നമുക്കറിയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പൊതുവെ സ്റ്റാർട്ട് ചെയ്യാറുള്ളതും ഈ ഒരു ഓർഡറിൽ തന്നെയാണ്. നാഷണൽ ഇൻകം കോൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ്, വിച്ച് മീൻസ് GDP പോലെയുള്ള GDP, GNP പോലെയുള്ള ഏരിയാസ് നമ്മൾ ഇവിടെ കവർ ചെയ്യും. ദ ഡിറ്റർമിനേഷൻ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്, ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ അപ്രോച്ച്, കൺസംഷൻ ഫംഗ്ഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ, മൾട്ടിപ്ലയർ ആൻഡ് ആക്സിലറേറ്റർ, ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഫോർ മണി, ISLM approach, inflation and Phillips curve analysis, business cycle and their different theories, monetary and fiscal policy, rational expectation hypothesis and its critic. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണോ നമുക്ക് JRF പഠിക്കേണ്ടത് ആ രൂപത്തിൽ തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒരുപാട് ഗ്രാഫുകളൊന്നും, ഇവൻ ഇപ്പോൾ ഫിലിപ്സ് കർവിൽ ഗ്രാഫ് ഉണ്ട്. ഇവൻ ഡിറ്റർമിനേഷൻ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റിൽ നമുക്ക് കെയ്ൻസിന്റെയും ക്ലാസിക്കൽസിന്റെയും ഗ്രാഫുകൾ വരുന്നുണ്ട്. ISLM അപ്രോച്ചിൽ വലിയ ഒരു രീതിയിൽ ഗ്രാഫിക്കൽ ഡെറിവേഷൻ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു UGC നെറ്റ് എക്കണോമിക്സിന്റെ പേഴ്സ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് അല്ല. ഒരു ഗ്രാഫ്, ഒരു സെമസ്റ്റർ എക്സാം അല്ലല്ലോ. അപ്പൊ നമ്മൾ പൊതുവെ ഒരു തിയറിയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് വല്ലാതെ പോകൂല. നമ്മൾ UGC നെറ്റ് എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവ് വളരെ റയർ ആയിട്ട് മാത്രമേ ഗ്രാഫ് വരുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിൽ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്ന മാക്രോ ഇക്കണോമിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പുസ്തകങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രധാനമായിട്ടും നിങ്ങൾ ഒരു ഒരു എക്കണോമിക്സിന്റെ അല്ലെങ്കിൽ UGC നെറ്റ് എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവില് ഇത് മൊത്തം നിങ്ങൾ വായിക്കണം എന്നില്ല. പക്ഷെ ഇതിൽ അത്യാവശ്യം, നിങ്ങളുടെ മുമ്പിൽ ഒരു 6 മന്ത് ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ, ML ജിങ്കന്റെ മാക്രോ ഇക്കണോമിക്സ് ബുക്ക്, എസ്പെഷ്യലി നിങ്ങൾ ഈ ഗ്രിഗറി മാങ്ക്യുവിന്റെ മാക്രോ ഇക്കണോമിക്സ് ബുക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ ഏകദേശം എല്ലാ ഏരിയാസും ഗ്രിഗറി മാങ്ക്യുവിന്റെ മാക്രോ ഇക്കണോമിക്സിന്റെ ബുക്കിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന ജൂൺ എക്സാമിലേക്കല്ല കേട്ടോ. ജൂൺ എക്സാമിലേക്ക് നമ്മുടെ PPT മതി. അതിനപ്പുറത്തേക്ക് ഡിസംബർ സൈക്കിളിലേക്കൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രിഗറി മാങ്ക്യുവിന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ യൂസ് ചെയ്യണം. അതുപോലെ ഡോർബഷ് ആൻഡ് ഫിഷറിന്റെ പുസ്തകവും, രണ്ടും ഇന്റർനാഷണൽ പുസ്തകങ്ങളാണ്. നമുക്ക് മാക്രോ ഇക്കണോമിക്സിലെ ഒരു ബേസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ദീസ് ബുക്സ് ആർ ടു ഗുഡ്. അത്
ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രമല്ല, മറിച്ച് നമ്മളൊരു ഏത് എക്സാമിലേക്ക് പോവുകയാണെങ്കിലും ദിസ് ആർ ടു ഗുഡ്. ഓക്കെ, അപ്പോ ഐ മീൻ ഇനി നമുക്ക് ആകെ ഇനി ഒരു മാസത്തിന് താഴെ നമ്മുടെ മുമ്പിലുള്ളൂ, ഒരു 22 ഡേയ്സ് എക്സാമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ പുസ്തകത്തൊക്കെ ഒന്നും പോകണ്ട, നിങ്ങൾക്ക് നമ്മുടെ PPTയും നമ്മുടെ ക്ലാസ്സുകളും മതി. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു ആഡ് ഓൺ ആയിട്ട് ഡിസംബർ സൈക്കിളിലേക്കൊക്കെ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്ന രീതിയിൽ മാത്രം പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് ഏരിയയാണ് നാഷണൽ ഇൻകം എന്നുള്ളത്. നാഷണൽ ഇൻകത്തിന്റെ കോൺസെപ്റ്റുകളും ഇതിന്റെ മെഷർമെന്റുകളും. ഒരു കാലത്ത് NTA-യുടെ UGC നെറ്റ് എക്സാമിന്റെ ഒരു സ്ഥിരം വേട്ടമൃഗമായിരുന്നു ഈ ഒരു ഏരിയ, ഇതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കുക എന്നുള്ളത്. പക്ഷെ കുറച്ചു കാലമായിട്ട് ഇതിൽ നിന്ന് പ്രോബ്ലംസ് വല്ലാത്ത ചോദിക്കുന്നത് നമ്മൾ കാണുന്നില്ല. പക്ഷെ അതേസമയം കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്താണോ UGC നെറ്റ് എക്സാമിന് വേണ്ടത് ആ രൂപത്തിൽ നമ്മൾ കണ്ടന്റുകൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ വി ക്യാൻ സ്റ്റാർട്ട്. ഐ മീൻ ഫോർമലി നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. വാട്ട് ഈസ് നാഷണൽ ഇൻകം? നമ്മൾ പൊതുവെ ഷോർട്ടായിട്ട് NI എന്നൊക്കെ പറയും അല്ലെ, നാഷണൽ ഇൻകം എന്നുള്ളത്. നാഷണൽ ഇൻകം റെഫേഴ്സ് ടു ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് produced by the normal resident of the country during an accounting year. ഒരു ഇയറിൽ ഒരു രാജ്യത്തിൽ താമസിക്കുന്ന ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂവിനെയാണ് നമ്മൾ നോർമലി നാഷണൽ ഇൻകം എന്ന് പറയാ. അതായത് ഇത് ബേസിക്കലി ഒരു നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത് ആ ഒരു ഇക്കോണമിയിൽ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ. അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പീരീഡ് ഓഫ് ടൈം ആണല്ലേ. സ്വാഭാവികമായിട്ടും നമ്മൾ എക്കണോമിക്സിൽ പൊതുവെ പഠിക്കുന്ന രണ്ട് കോൺസെപ്റ്റുകളാണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈമിലുള്ളതായിരിക്കും, ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ളതായിരിക്കും. അപ്പൊ നാഷണൽ ഇൻകം എന്താണ്? അതൊരു ഫ്ലോ കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ടാണ് പീരീഡ് ഓഫ് ടൈം എന്ന് നമ്മൾ പറയുന്നത്. ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാഷണൽ ഇൻകം ഈസ് എ ഫ്ലോ കോൺസെപ്റ്റ്. ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു ഇക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂവിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് നാഷണൽ ഇൻകം എന്ന് പറയാം. നാഷണൽ ഇൻകത്തില് നമ്മൾ പലതരത്തിലുള്ള മെത്തേഡുകൾ ഉണ്ട്. ഇൻകം മെത്തേഡ്, ഔട്ട്പുട്ട് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ നാഷണൽ ഇൻകത്തില് നമ്മൾ പൊതുവെ ഏത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും തിയററ്റിക്കലി നമുക്ക് ഒരു സെയിം എമൗണ്ട് ആണ് കിട്ടേണ്ടത്. നമുക്ക് ഇൻകം മെത്തേഡ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് യൂസ് ചെയ്തു, തിയററ്റിക്കലി നമ്മൾ ഇത് ഏത് മെത്തേഡ് വെച്ച് നാഷണൽ ഇൻകത്തെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുക സെയിം വാല്യൂ ആയിരിക്കും. ഇത് നാഷണൽ ഇൻകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് GDP ആയിരിക്കും അല്ലെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. GDP എന്ന് പറഞ്ഞാൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് 1 ഇയർ. ഒരു ഇയറിൽ ഇപ്പൊ ഇതാണ് ഇന്ത്യ എന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇന്ത്യ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ടെറിട്ടറി എന്നുള്ള വേർഡ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പ്ലേസിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ GDP എന്ന് പറയാം. നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ എടുക്കുന്നത് മാർക്കറ്റിൽ അപ്പോൾ എത്രയാണോ പ്രൈസ് ആയിട്ടുള്ളത് ആ പ്രൈസിന്റെ ബേസിലാണ്. അപ്പൊ GDP കാണാൻ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. ആ പ്രധാനപ്പെട്ട മെത്തേഡുകളൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ നിങ്ങൾ അതിൽ ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് GDP ഈസ് ഈക്വൽ ടു C+I+G+X-M. C എന്ന് പറഞ്ഞാൽ കൺസംഷൻ ആണ്, I എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, G എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്, M ഉണ്ട് അല്ലെ. X എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ആണ്, M എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ആണ്. Xൽ നിന്നും M കുറച്ചാൽ നമുക്ക് നെറ്റ് എക്സ്പോർട്ട് കിട്ടും. അപ്പോ GDPയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോത്ത് റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്
വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും. ഇതിന്റെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതായത് ഒരു അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ അതും നമ്മുടെ GDPയുടെ ഭാഗമാണ്. ഇന്ത്യക്കാര് തന്നെ നടത്തുന്ന പ്രൊഡക്ഷൻ ആവണം എന്നില്ല. ഇവിടെ GDPയിലെ ഇമ്പോർട്ടന്റ് ടെറിട്ടറിക്കാണ്, അതായത് ഈ ഒരു പ്ലേസിനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ ഫോറിൻ കമ്പനി പ്രൊഡ്യൂസസ് ഗുഡ്സ് ഇൻ ഇന്ത്യ, ഇറ്റ്സ് ഔട്ട്പുട്ട് ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യസ് GDP. ഇത് ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കും നിങ്ങൾക്ക്. ഫോറിൻ കമ്പനി ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഒരു സാധനത്തിന്റെ വാല്യൂ നമ്മുടെ GDPയിൽ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. രണ്ടാമത്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അതായത് GDPയിൽ നിന്ന് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് അല്ലെ, ഗ്രോസ് നാഷണൽ. അപ്പൊ DN ആയിട്ട് മാറി. GDPയും GNPയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ GNP എന്ന് പറഞ്ഞാൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ നോർമൽ റെസിഡന്റ് ഓഫ് എ കൺട്രി ഡ്യൂറിങ് 1 ഇയർ ഇൻക്ലൂഡിങ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെയും എന്താണ് ഫൈനൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് തന്നെയാണ്, നോ ഡൗട്ട്. പക്ഷേ ഇവിടെ ഒരു 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 ഇമ്പോർട്ടന്റ് വരുന്നത് GDPയിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇതൊരു ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് അല്ലെ, അതൊരു അമേരിക്കൻ ആയിട്ടുള്ള ആള് ഇന്ത്യയിൽ വന്ന് പ്രൊഡ്യൂസ് ചെയ്താലും അത് GDPയുടെ പാർട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിന്റെ നേരെ അപ്പുറത്തൊരു കേസ് ഇല്ലേ, ഇന്ത്യക്കാരനായ ഒരാൾ സൗദി അറേബ്യയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാണ്. അല്ലെങ്കിൽ ഇന്ത്യക്കാരനായ ഒരാൾ US പോയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇത് നമ്മൾ എന്താ ചെയ്യുക, GDPയിൽ നമ്മൾ ഈ സൗദിയിൽ പ്രൊഡ്യൂസ് ചെയ്തതും US ഇന്ത്യക്കാരൻ പ്രൊഡ്യൂസ് ചെയ്തതും നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ ഫിസിക്കൽ പ്ലേസിനേക്കാൾ ഇമ്പോർട്ടന്റ് വരുന്നത് നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി. നോർമൽ, അതാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റും GDPയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു GDPയെ നമ്മൾ എടുക്കും, GDPയിലേക്ക് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ചെയ്യും. GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഫാക്ടർ ഇൻകം ഏർണഡ് ഫ്രം അബ്രോഡ് മൈനസ് ഫാക്ടർ ഇൻകം പെയ്ഡ് അബ്രോഡ്. നമ്മൾ ഇവിടെ നിന്ന് സൗദിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഫാക്ടർ ഇൻകം നമ്മളൊരു പക്ഷേ അമേരിക്കക്ക് അങ്ങോട്ട് അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അമേരിക്കക്ക് കൊടുത്തിട്ടുള്ള ഫാക്ടർ ഇൻകം പെയ്ഡ് അബ്രോഡ്. നമ്മൾ ഇപ്പോ സൗദിയിൽ ഒരാൾ വർക്ക് ചെയ്യുക വഴി, ഇന്ത്യക്കാരനായ ഒരാൾ സൗദിയിൽ വർക്ക് ചെയ്യുക വഴി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 3000 രൂപയാണ്. അമേരിക്കക്കാരനായ ഒരാൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുക വഴി അയാൾക്ക് നമ്മൾ വേജ് ആയിട്ട് കൊടുത്തത് 2000 രൂപയാണ്. അപ്പൊ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എത്രയായിരിക്കും, 3000 പൈസ റിസീവ് ചെയ്തത് മൈനസ് നമ്മൾ കൊടുത്ത പൈസ 2000. ഇത് വലിയ കോടിക്കണക്കിന് രൂപയിലായിക്കോട്ടെ വരാം. ഞാൻ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം പറഞ്ഞതാണ്. ഇനി നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് പോസിറ്റീവ് ആണെങ്കിൽ GNP വിൽ ബി ഗ്രേറ്റർ ദാൻ GDP. നമ്മൾ ഇത് പോസിറ്റീവ് ആണ് വാല്യൂ അല്ലെ, ഇവിടെ 1000 എന്നുള്ളത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ഇത് കാണിക്കുന്നത് എന്താണ്, GNP ആണ് ഇവിടത്തെ കേസിൽ GDPയേക്കാൾ കൂടുതലുള്ളത്. ഇനി അഥവാ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് നെഗറ്റീവ് ആണെങ്കിലോ, അതായത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണ്, 2000 മൈനസ് 1000 ആണ് വന്നത് എന്നുണ്ടെങ്കിലോ, 2000 മൈനസ് 3000 ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, -1000 കിട്ടും. ഇങ്ങനത്തെ ഒരു കേസ് ആണെങ്കിലോ GNP വിൽ ബി ലെസ് ദാൻ GDP. GNP എന്തായിരിക്കും, GDPയേക്കാൾ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനിയുള്ളതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നെറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നാൽ അവിടെ ഡിപ്രീസിയേഷന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലേക്ക് വരണം. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. നമ്മളിപ്പോ GDP പഠിച്ചു അല്ലെ, GDPയിൽ നിന്ന് നെറ്റ് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടും. നമ്മൾ NNP പഠിച്ചു, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. തൊട്ട് മുമ്പ് പഠിച്ചു ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. GNP പഠിച്ചു അല്ലെ,
അപ്പൊ GNP യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാലോ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ നെറ്റ് എന്നുള്ള കോൺസെപ്റ്റ് എന്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു? എപ്പോഴും ഡിപ്രീസിയേഷനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നർത്ഥം. NDP at market price is obtained by deducting depreciation from GDP at market price. GDP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടുക എന്നർത്ഥം. ഡിപ്രീസിയേഷനെ നമ്മൾ പറയുന്ന മറ്റൊരു വേർഡ് ആണെന്ത്? കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ചിലപ്പോൾ ഡിപ്രീസിയേഷന് പകരം ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ, നിങ്ങൾ നെറ്റ് എക്സാം എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ മേ ബി കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം ദാറ്റ് ഈസ് ആൾസോ ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇതിന് നമ്മൾ എന്താ പറയാ? നിങ്ങൾ +1 +2 കൊമേഴ്സ് ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ടൻസിയിൽ ഡിപ്രീസിയേഷൻ ഒരു എക്സ്പ്ലനേഷൻ പഠിച്ചിട്ടുണ്ടാവും. വിയർ ആൻഡ് ടിയർ, അല്ലെ? വിയർ ആൻഡ് ടിയർ, അതായത് തേയ്മാനം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ, ശുദ്ധ മലയാളത്തിൽ പറയാൻ പറ്റും. ഉപയോഗിച്ച് നമുക്ക് കുറയുന്ന നമ്മുടെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിപ്രീസിയേഷൻ എന്ന് പറയാം. അപ്പൊ ആ ഡിപ്രീസിയേഷനെ നമ്മൾ GDP-യിൽ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇത് നമ്മൾ പറഞ്ഞു, നമ്മൾ നേരത്തെ NNP കണ്ടിട്ടുണ്ട്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ട്. ഈ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ്, നമ്മൾ നേരത്തെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ട്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് നെറ്റ്. അപ്പൊ നെറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, ഒറിജിനൽ ആയിട്ടുള്ള ഒരു വാല്യൂവിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ കിട്ടുന്നതാണ് നമുക്ക് നെറ്റ്. അത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് GDP-യിൽ നിന്ന് കുറക്കുന്നതായിരിക്കും. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് GNP-യിൽ നിന്ന് കുറക്കുന്നതായിരിക്കും. ഇനി നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കാണാൻ നമുക്ക് മറ്റൊരു മാർഗം കൂടിയുണ്ട്. അതാണെന്ത്? NDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാണാതെ പഠിക്കന്നെ വേണം കേട്ടോ. ലോജിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അതല്ലെങ്കിൽ നിങ്ങൾ ഇത് കാണാതെ പഠിക്കന്നെ വേണം. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിപ്രീസിയേഷൻ, ഓർ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഇനി നാഷണൽ ഇൻകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഈ ഒരു നമ്മുടെ മാക്രോ ഇക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് യൂണിറ്റിന്റെ പേരെന്തായിരുന്നു? നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. അപ്പൊ ഈ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ അത് GDP-യെയോ, നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ GDP എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ജനറൽ ആയിട്ട് നമ്മൾ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഒരേ മീനിങ്ങിലാണ് കാണുന്നത്. എക്കണോമിക്സ് പഠിക്കാത്ത ഒരാളോട് നമ്മൾ പോയിട്ട് ആ കുട്ടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടല്ലേ എന്ന് പറയുന്നതും ആ കുട്ടി ഒരുപാട് ഡെവലപ്ഡ് ആയി എന്ന് പറയുന്നതും സെയിം മീനിങ് ആണ്. പക്ഷെ നമ്മളൊരു ഇക്കോണമിയിലേക്ക് വരുന്ന സമയത്ത് ആ ഇക്കോണമിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടല്ലേ എന്ന് പറയുന്നതും ആ ഇക്കോണമിക്ക് നല്ല ഡെവലപ്മെന്റ് ഉണ്ടല്ലേ എന്ന് പറയുന്നതും ബോത്ത് ആർ ഡിഫറെന്റ്, അല്ലെ? അതുപോലെ തന്നെ നോർമലി നിങ്ങൾ പത്രം വായിക്കുന്ന സമയത്ത് നാഷണൽ ഇൻകം കുറഞ്ഞു, നാഷണൽ ഇൻകം കൂടി എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ GDP കൂടി GDP കുറഞ്ഞു, ഇതൊക്കെ നമ്മൾ ഒരേ മീനിങ്ങിലാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ എക്കണോമിക്സിന്റെ വ്യൂവില് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ അത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, ഇത് നിങ്ങൾ മറന്നു പോകരുത്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണെന്ത്? നമ്മൾ ഈ പറയുന്ന നാഷണൽ ഇൻകം എന്നുള്ളത്. അപ്പൊ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിന്റെ വ്യൂ പോയിന്റിൽ അത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ദ സം ഓഫ് ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി. ഒരു കൺട്രിയുടെ നോർമൽ റെസിഡൻസ് വാങ്ങി ഏൺ ചെയ്യുന്ന ടോട്ടൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് പേയ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? നെറ്റ് നാഷണൽ ഇൻകം അറ്റ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ പ്രൈസ് എന്ന് പറയാം. സോ ഇതെന്താണ്? ഇത് ഫാക്ടർ ഇൻകത്തെ ഓരോ ഫാക്ടറിനും നമുക്ക് എത്ര ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്? വി ഹാവ് ലാൻഡ്,
we have labor, we have land, labor, capital, and we have എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അല്ലെ. നമ്മളിങ്ങനെ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മൈക്രോ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ലാൻഡിന് നമ്മൾ എന്താ കൊടുക്കുക? റെന്റ് കൊടുക്കും. ലേബറിന് നമ്മൾ എന്താ കൊടുക്കുക? വേജ് കൊടുക്കും. ക്യാപിറ്റലിന് നമ്മൾ എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് കൊടുക്കും. ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്റർപ്രണർക്ക് നമ്മൾ എന്ത് കൊടുക്കും? പ്രോഫിറ്റ് കൊടുക്കും. ഇല്ലേ? അപ്പൊ ഇതിനെയാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയാം. ഫാക്ടർ കോസ്റ്റ്. അപ്പൊ ഫാക്ടർ കോസ്റ്റ് ഏതൊക്കെയാണ്? റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അപ്പൊ ഇതിനെ നമ്മൾ ആഡ് ചെയ്താൽ അല്ലെങ്കിൽ ഈ പ്രൈസിൽ നമ്മൾ പറയുന്നതാണ്, ഇതാണ് ഫാക്ടർ കോസ്റ്റ് എന്നുള്ളത്. അപ്പൊ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. PYQ സെഷനിൽ നമ്മൾ ഇതിന്റെയൊക്കെ അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോഴാണ് ഇക്വേഷൻസിന്റെ ഒക്കെ ആവശ്യം വരിക. ഇനി നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയും നെറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് മൈനസ് ചെയ്യാണ്. നേരത്തെ നമ്മൾ നെറ്റ് എന്ന് പറഞ്ഞപ്പോൾ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡിപ്രീസിയേഷൻ ആണ് മൈനസ് ചെയ്യുന്നത്. ഇവിടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡീസിനെയാണ് നമ്മൾ കുറക്കുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡീസിനെയാണ് നമ്മൾ കുറക്കുന്നത്. അപ്പൊ നാഷണൽ ഇൻകം നെറ്റ് എന്ന് പറഞ്ഞാൽ, ഈ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾ മുകളിൽ പറഞ്ഞു NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡീസ്. ഇതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിലെ ഫൈനൽ ഇക്വേഷൻ. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, അതായത് നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡീസ് ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും, എന്താണ് മാർക്കറ്റ് പ്രൈസ്, എന്താണ് ഫാക്ടർ പ്രൈസ് എന്നുള്ളതൊക്കെ. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാല് ഗുഡ്സ് ആൻഡ് സർവീസസിന് കൺസ്യൂമേഴ്സ് പേ ചെയ്യുന്ന പ്രൈസിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ടെക്നോ ടിപ്പിന്റെ പെന്ന്, അല്ലെങ്കിൽ വേണ്ട, ഒരു ടേക്ക് എൻ എക്സാമ്പിൾ, ഒരു പ്ലേറ്റ് ഷവർമ. പ്ലേറ്റ് ഷവർമക്ക് 150 രൂപയാണെന്ന് കൂട്ടിക്കോളൂ. ഇത് മാർക്കറ്റ് പ്രൈസ് ആണ്. കാരണം നമ്മൾ ഒരു പ്ലേറ്റ് ഷവർമക്ക് കൊടുക്കുന്ന പ്രൈസ് ആണെന്ത്? 150 രൂപ എന്നുള്ളത്. മാർക്കറ്റ് പ്രൈസ് ഈസ് ദ പ്രൈസ് പെയ്ഡ് ബൈ കൺസ്യൂമേഴ്സ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും കൺസ്യൂമേഴ്സ് പേ ചെയ്യുന്ന പ്രൈസിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയാം. മാർക്കറ്റ് പ്രൈസിന്റെ നമ്മൾ ഈ ഷവർമക്ക് 150 രൂപ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരുന്നുണ്ടാവും? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റത്താണ് ഫാക്ടർ കോസ്റ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ, ഒരു ഷവർമ പ്ലേറ്റിന് 150 രൂപയാണ്, ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ്. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു നമ്മൾ പറഞ്ഞു, ലാൻഡിന് നമ്മൾ കൊടുക്കുന്ന റെന്റ്, ക്യാപിറ്റലിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, എന്റർപ്രണർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോഫിറ്റ്, വർക്കറിന് നമ്മൾ കൊടുക്കുന്ന വേജ്, ഇത് 4ഉം ആഡ് ചെയ്യുന്നതാണ് ഫാക്ടർ കോസ്റ്റ് അല്ലെ? നമ്മൾ ഫാക്ടർ പേയ്മെന്റ് ആയിട്ട് ഫാക്ടേഴ്സിന് കൊടുക്കുന്ന പൈസയാണ് നമ്മൾ എന്ത് പറയാ? ഫാക്ടർ കോസ്റ്റ് എന്ന് പറയാം. അപ്പൊ മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ്. അപ്പൊ ഞാൻ ഇതൊക്കെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് വന്നത് 100 രൂപയാണ്. ഒരാൾക്ക് കൊടുക്കുന്ന വേജും റെന്റും ഒക്കെ കൂട്ടിയിട്ട് എനിക്കുള്ളത് 100 രൂപയാണ്. പ്ലസ് ഇതിനൊക്കെ ടാക്സ് ഉണ്ടാവില്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു ടാക്സ് ഉണ്ടാവില്ലേ? ആ ടാക്സ് കൂട്ടും. അത് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്ക് കോസ്റ്റ് ആണ്. ടാക്സ് ഗവൺമെന്റിന്റെ റവന്യൂ ആണ്, വ്യക്തിക്ക് എന്താണ്? അത് കോസ്റ്റ് ആണ്. അപ്പൊ ടാക്സ് ആയിട്ട് ഞാന് ഒരു 80 രൂപ കൊടുക്കുന്നുണ്ട്.
ഇനി ചിലപ്പോൾ ഗവൺമെന്റ് എനിക്ക് സബ്സിഡി തരുന്നുണ്ടാവും. സബ്സിഡി ടാക്സിന്റെ നേരെ ഓപ്പോസിറ്റ്. സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുകയാണെങ്കിൽ സബ്സിഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത്. അത് അത് എത്രയാണ്? അതൊരു 30 രൂപ. അതായത് നമുക്ക് ടോട്ടൽ ആയിട്ട് വന്നിട്ടുള്ള കോസ്റ്റ്, അതായത് ഒരു ബിസിനസ് നടത്തുന്ന ഒരാളുടെ പ്രോഫിറ്റ് അടക്കം എടുത്തിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ്, അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആഡ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സബ്സിഡി കുറച്ച് കഴിഞ്ഞാൽ 150 രൂപയാണ് ഒരു പ്ലേറ്റ് ഷവർമ്മക്ക് വരിക. ഷവർമ്മക്ക് സബ്സിഡി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സബ്സിഡി ഒക്കെ ഉണ്ടാവുക അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾക്കൊക്കെ ആയിരിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതാണ്. അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ നെറ്റ് എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ എന്തോ ഒന്ന് മൈനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് കിട്ടുക. ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടുക. ഓക്കെ, ഇനിയുള്ളതാണ് ഫാക്ടർ കോസ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പേയ്മെന്റ്സ് റെസീവ്ഡ് ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ദയർ കോൺട്രിബ്യൂഷൻ ടു ദ പ്രൊഡക്ഷൻ. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും കിട്ടിയിട്ടുള്ള പേയ്മെന്റുകളെയാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയാം. അതിന് നമ്മൾ നേരത്തെ അത് കണ്ടെത്തുന്ന ഒരു മെത്തേഡ് പറഞ്ഞു. ലാൻഡിന് കിട്ടുന്ന റെന്റ്, ലേബറിന് കിട്ടുന്ന വേജ്, ക്യാപിറ്റലിന് കിട്ടുന്ന ക്യാപിറ്റൽ നമ്മൾ എന്താ കൊടുക്കുക? ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ദെൻ ഓർഗനൈസേഷന് കിട്ടുന്ന അല്ലെങ്കിൽ എന്റർപ്രണർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ഈ 4 സാധനങ്ങളെയും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാക്ടർ കോസ്റ്റ് കിട്ടുക. ഫാക്ടർ കോസ്റ്റ് കണ്ടെത്താനുള്ള മറ്റൊരു വഴിയാണെന്ത്? മാർക്കറ്റ് പ്രൈസ്. നമ്മൾ ഷവർമ്മന്റെ ഉദാഹരണം എടുത്ത് നോക്കിക്കോളൂ. മാർക്കറ്റ് പ്രൈസ് നമ്മൾ എത്രയാ പറഞ്ഞത്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പേ ചെയ്യുന്ന പ്രൈസ് നമ്മളിവിടെ ഉദാഹരണമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതെത്രയാണ്? നമ്മളൊരു പ്ലേറ്റ് ഷവർമ്മക്ക് കൊടുക്കുന്നത് 150 ആണ്. അതിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് എത്രയാണ് ഉണ്ടായിരുന്നത്? നമ്മുടെ നേരത്തെ ഉദാഹരണത്തിൽ ഇൻഡയറക്റ്റ് ടാക്സ് എത്രയായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓക്കെ, നമുക്കൊരു മെയ്ഡപ്പ് കണക്ക് വീണ്ടും ഒന്ന് ഉണ്ടാക്കാം. ഓക്കെ, മാർക്കറ്റ് പ്രൈസ്, നമ്മൾ ഷവർമ്മക്ക് കൊടുക്കുന്ന മാർക്കറ്റ് പ്രൈസ് 150 രൂപയാണ്. 150 രൂപയാണ്. അതിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ടുള്ള 30 രൂപ നമ്മൾ കുറക്കുക. സബ്സിഡി ആയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഒരു 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 50 രൂപ കൂട്ടുക. സബ്സിഡി 50 ഒന്നും കിട്ടൂലല്ലോ അല്ലെ? ഒരു 10 രൂപ കൂട്ടുക. അപ്പൊ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ഫാക്ടർ കോസ്റ്റ്. ഇനി ഫാക്ടർ കോസ്റ്റിന്റെ മറ്റൊരു ഇക്വേഷൻ ആണെന്ത്? മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് സബ്സിഡി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് സബ്സിഡി കുറക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഫാക്ടർ കോസ്റ്റിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി ഡൊമസ്റ്റിക് ഇൻകവും ഉണ്ട്, നാഷണൽ ഇൻകവും ഉണ്ട്. ഡൊമസ്റ്റിക് ആൻഡ് നാഷണൽ, നമ്മൾ GDP-യും GNP-യും പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞിരുന്നു അല്ലെ? ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ജനറേറ്റഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. ഒരു ഇന്ത്യ ഇതാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ഡൊമസ്റ്റിക് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ വാല്യൂ, ഡൊമസ്റ്റിക് ഇൻകം റെഫേഴ്സ് ടു ഇൻകം generated within the domestic territory of a country. It includes income earned by both residents and non-residents within the country. ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു
ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാരനല്ലാത്ത ഇപ്പൊ ഒരു അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതും ആൾസോ ഈ ഒരു അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വന്നിട്ട് 1,00,000 രൂപ ഉണ്ടാക്കി, അതും എന്താണ്, ഡൊമസ്റ്റിക് ഇൻകത്തിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നാഷണൽ ഇൻകം ആണെങ്കിലോ, ഇത് റെഫേഴ്സ് ടു ദ ഇൻകം ഏർണഡ് ബൈ നോർമൽ റെസിഡന്റ് ഓഫ് എ കൺട്രി വെദർ ഇൻ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓർ അബ്രോഡ്. ഇന്ത്യക്കാരനായ ഒരാള് ചൈനയിൽ പോയി വർക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നു, ഒരു 1,00,000 രൂപ ഉണ്ടാക്കി. വേറൊരു ഇന്ത്യക്കാരനായ ഒരാള് അമേരിക്കയിൽ പോയിട്ട് 2,00,000 രൂപ ഉണ്ടാക്കി. വേറൊരു ഇന്ത്യക്കാരനായ ഒരാള് ഇംഗ്ലണ്ടിൽ പോയിട്ട് ലണ്ടനിൽ പോയിട്ട് ഒരു 5,00,000 രൂപ ഉണ്ടാക്കി. ഇങ്ങനെ ഇന്ത്യക്കാരനായ ഒരാൾ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിൽ പോയിട്ട്, അതാണ് പറയുന്നത് നോർമൽ റെസിഡന്റ് ഓഫ് എ കൺട്രി വെദർ വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓർ അബ്രോഡ് ഉണ്ടാക്കുന്ന പൈസയാണ് നമ്മൾ എന്ത് പറയാ, നാഷണൽ ഇൻകം എന്ന് പറയാ. ഇനി നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ നെറ്റ് രണ്ടും ഒന്ന് തന്നെയാണ് നാഷണൽ ഇൻകം എന്ന് ഈ നാഷണൽ ഇൻകം എന്താ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു. നോർമലി നാഷണൽ ഇൻകം നമ്മൾ എന്തിനെയാ സൂചിപ്പിക്കാറുള്ളത്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ പ്രൈസ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഇനി ഗ്രോസും നെറ്റും കോൺസെപ്റ്റുകളുണ്ട്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ അതിൽ ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കും. നിങ്ങൾ നോക്കൂ, GDP-യിൽ ഡിപ്രീസിയേഷൻ ഉണ്ട്, GNP-യിൽ ഡിപ്രീസിയേഷൻ ഉണ്ട്, അല്ലെ? അപ്പൊ ഇതൊക്കെ ഗ്രോസ് കോൺസെപ്റ്റുകളാണ്. ഇനി നെറ്റ് കോൺസെപ്റ്റുകളാണെങ്കിലോ അതിൽ ഡിപ്രീസിയേഷൻ ഡിഡക്ട് ചെയ്തിട്ടുണ്ടാവും. ഏതുപോലെ? GDP-യിൽ നിന്ന് മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്താൽ വി വിൽ ഗെറ്റ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. GNP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ വി വിൽ ഗെറ്റ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പൊ നെറ്റിന്റെ ഫോർമുല എന്താണ്? നെറ്റിന്റെ ഫോർമുല എന്താണ്? ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ നെറ്റിന്റെ ഫോർമുല എന്താണ്? ഗ്രോസിൽ നിന്ന് ഗ്രോസ് ആയിട്ടുള്ള GDP ആവട്ടെ GNP ആവട്ടെ, ഗ്രോസ് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുന്നതാണെന്ത്? നെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇനി ഡൊമസ്റ്റിക് ആൻഡ് നാഷണൽ കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡൊമസ്റ്റിക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബേസ്ഡ് ഓൺ ടെറിട്ടറി ആയിരിക്കും, അല്ലെ? അതായത് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യക്കകത്ത്. നമ്മളിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നമുക്ക് ഇതിലെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയാൽ മാത്രമേ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഫക്സാന മാം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഡൊമസ്റ്റിക് കോൺസെപ്റ്റ് അത് ബേസ് ചെയ്യുന്നത് ടെറിട്ടറി ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രൊഡക്ഷൻ വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. ഒരു കൺട്രിയിലെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ നടക്കുന്ന പ്രൊഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? GDP അല്ലെങ്കിൽ GDP ഡൊമസ്റ്റിക് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആവട്ടെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആവട്ടെ, ഒക്കെ ഒരു കൺട്രിക്ക് അകത്താണ്. നിങ്ങൾ മനസ്സിലാക്കുക, അമേരിക്കക്കാരനായ ഒരാൾ ഇന്ത്യയിൽ വന്ന് ചെയ്താലും ചൈനക്കാരനായ ഒരാൾ ഇന്ത്യയിൽ വന്ന് ചെയ്താലും അതൊക്കെ എന്തിന്റെ ഭാഗമാണ്? GDP-യുടെ ഭാഗമാണ്, അല്ലെങ്കിൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ ഭാഗമാണ്. ഈ GDP-യും NDP-യും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അത് ഡിപ്രീസിയേഷൻ ആണ്, അല്ലെ? GDP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഇനി നാഷണൽ കോൺസെപ്റ്റ് ആണെങ്കിലോ, നാഷണൽ കോൺസെപ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റെസിഡൻസി. അത് റെസിഡൻസി, നമ്മുടെ നാഷണാലിറ്റി ബേസ് ചെയ്തിട്ടാണ് നാഷണൽ ഇൻകത്തെ നമുക്ക് കാണാൻ പറ്റുക. ഇന്ത്യക്കാരനായ ഒരാൾ അമേരിക്കയിൽ പോയിട്ട് പൈസ ഉണ്ടാക്കുന്നു, ഇന്ത്യക്കാരനായ ഒരാൾ ജപ്പാനിൽ പോയിട്ട് പൈസ ഉണ്ടാക്കുന്നു, ഇന്ത്യക്കാരനായ ഒരാൾ ചൈനയിൽ പോയിട്ട് പൈസ ഉണ്ടാക്കുന്നു. ഇതൊക്കെ എന്താണ്? നാഷണൽ കോൺസെപ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. നാഷണൽ കോൺസെപ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റെസിഡൻസി. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻകം
earned by normal residents of a country, whether it is in ഇന്ത്യ, ജപ്പാൻ, അമേരിക്ക, ചൈന, ഏതോ ആയിക്കൊള്ളട്ടെ. അതിന്റെ എക്സാമ്പിൾസ് ആണ് എന്ത്? GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, NNP, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. GNPയും NNPയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് വന്നതുകൊണ്ട് അത് ഡിപ്രീസിയേഷൻ ആണ്. അപ്പോ നാഷണൽ എന്ന് പറഞ്ഞാൽ, ഇനി നാഷണലും ഡൊമസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആണ്. നാഷണൽ സമം ഡൊമസ്റ്റിക് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനിയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നോമിനൽ GDP ആൻഡ് റിയൽ GDP. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ കറന്റ് ഇയർ പ്രൈസിൽ നമ്മളെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂസ് മെഷർ ചെയ്യുന്നതാണ് നോമിനൽ GDP. നോമിനൽ GDP ഈസ് ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് മെഷേർഡ് ഇൻ ദ കറന്റ് ഇയർ. കറന്റ് ഇയറിൽ നമ്മൾ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിനെ നോക്കുന്നതാണെന്ത്? വാല്യൂസ് നോക്കുന്നതാണെന്ത്? നമ്മൾ ഈ പറയുന്ന നോമിനൽ GDP. സിഗ്മ P1 Q1. P1 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് കറന്റ് ഇയർ, Q1 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് കറന്റ് ഇയർ. ടേക്ക് ആൻ എക്സാമ്പിൾ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാം. ഇതെന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താലും നോമിനൽ GDP ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഇൻക്രീസ് ചെയ്താലും നോമിനൽ GDP ഇൻക്രീസ് ചെയ്യും. നോമിനൽ GDP എന്തല്ല? എ പെർഫെക്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് അല്ല. അത് ഞാൻ ഉദാഹരണം വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. റിയൽ GDP നോക്കൂ. റിയൽ GDP ഈസ് ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് മെഷേർഡ് ഇൻ ദ ബേസ് ഇയർ പ്രൈസസ്. ബേസ് ഇയർ പ്രൈസസ് ഇവിടെ നിങ്ങൾക്ക് P1 Q1 ആണ് കാണാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ഇവിടെ P0 Q1 ആണ്. P0 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ബേസ് ഇയർ, Q1 എന്ന് പറഞ്ഞാൽ ഈ കറന്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റും. അപ്പൊ റിയൽ GDP ആണ് ആക്ച്വൽ ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് കാണിക്കുന്നത്, ബിക്കോസ് പ്രൈസസ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യാൻ റിയൽ GDP ആണ് നോമിനൽ GDPയേക്കാൾ നമ്മൾ യൂസ് ആക്കുന്നത്. ഇനി നിങ്ങൾ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഒരു വർഷം, നമ്മൾ വർഷത്തിലാണല്ലോ GDP, ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഒരു ഫ്ലോ കോൺസെപ്റ്റ് ആണ്, പീരീഡ് ഓഫ് ടൈമിലാണ് നമ്മൾ GDP എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നത് അല്ലെ. അപ്പോ 2025-26 കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രത്യേകിച്ച് ഒരു ലോജിക് ഒന്നും ഇല്ലാത്തൊരു ഉദാഹരണമാണ് കേട്ടോ. അതിന് ലോജിക് ഒന്നുമില്ല, നമ്മളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞുതരാം. 2025-26 കാലഘട്ടത്തിൽ നമ്മൾ ടോട്ടൽ ഒരു ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 10 ഷവർമയാണ്. ഇത് ലിറ്ററലി ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ് കേട്ടോ. 10 ഷവർമയാണ്. ഓക്കെ, അപ്പോ 10 ഷവർമ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു ഒരു ഇക്കോണമിയിൽ. അപ്പോ ഈ ഇക്കോണമിയിൽ വേറെ ഒന്നും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, 10 ഷവർമ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. എഗെയിൻ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. ഈ ഒരു ഇക്കോണമിയിൽ നമ്മൾ ഷവർമ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. 10 ഷവർമയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. ഒരു ഷവർമയുടെ പ്രൈസ് 150 രൂപയാണെങ്കിൽ ഈ വർഷത്തെ ഇവിടത്തെ GDP എത്രയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 10 ഷവർമയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. ഒരു ഷവർമയുടെ വില എന്ന് പറഞ്ഞാൽ അത് 150 രൂപയാണ്. അപ്പൊ ഈ ഒരു ഇക്കോണമിയുടെ GDP എത്ര ആയിരിക്കും? എത്ര ആയിരിക്കും? 1500 അല്ലെ? 1500. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു ഇതാണ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDP എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടോട്ടൽ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എടുക്കുകയാണ്. ഇനി നമ്മൾ റിയൽ GDPയിലാണ് നമ്മൾ ഇതിനെ മെഷർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത് P1 Q1 ആണ്. ഇപ്പൊ P1 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് കറന്റ് ഇയർ. Q1 എന്ന് പറഞ്ഞാൽ പ്രൈസ് ക്വാണ്ടിറ്റി ഓഫ് കറന്റ് ഇയർ. പ്രൈസ് ഓഫ് കറന്റ് ഇയർ 150 ആണ്,
ക്വാണ്ടിറ്റി ഓഫ് കറന്റ് ഇയർ 10 ഇത് ഓക്കെ ആണല്ലോ. ഇനി റിയൽ ടേമിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ചെയ്യല് P0Q1 ആണ്, വിച്ച് മീൻസ് ക്വാണ്ടിറ്റി 10 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. നമ്മളൊരു ബേസ് ഇയർ എടുക്കും. ഇപ്പൊ 2012 ബേസ് ഇയർ എന്ന് കൂട്ടിക്കോളൂ. 2012 ഒരു പ്ലേറ്റ് ഷവർമയുടെ വില 100 രൂപയാണ്. അപ്പൊ റിയൽ ജി ഡി പി ഇവിടെ എത്രയായിരിക്കും? 10 × 100 ഈസ് ഈക്വൽ ടു 1000. അപ്പൊ റിയൽ ജി ഡി പി 1000 ആണ്, നോമിനൽ ജി ഡി പി 1500 ആണ്. ഇതാണ് റിയൽ ജി ഡി പിയും നോമിനൽ. അതായത് റിയൽ ജി ഡി പിയിൽ നമ്മൾ വരുന്ന സമയത്ത് വി കൺസിഡർ എ ബേസ് പ്രൈസ്, ഒരു ബേസ് ഇയർ വെച്ചിട്ട് ആ ബേസ് ഇയറിലെ പ്രൈസ് ഇൻറ്റു നമ്മൾ കറന്റ് എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. റിയൽ നോമിനൽ ആണെങ്കിലോ നമ്മൾ കറന്റ് ഇയറിലെ പ്രൈസും കറന്റ് ഇയറിലെ ക്വാണ്ടിറ്റിയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ഈ രണ്ട് കോൺസെപ്റ്റുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജി ഡി പി ഡീഫ്ലേറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിക്ക് പോകാൻ പറ്റും. ജി ഡി പി ഡീഫ്ലേറ്റർ ബേസിക്കലി മെഷർ ചെയ്യുന്നത് ഇൻഫ്ലേഷൻ ആണ്. ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡുകളിൽ ഒന്നാണെന്ത്? ജി ഡി പി ഡീഫ്ലേറ്റർ എന്നുള്ളത്. ജി ഡി പി ഡീഫ്ലേറ്റർ മെഷേഴ്സ് ദ ചേഞ്ച് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ഓൾ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ടോട്ടലായിട്ട് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് ലെവലിൽ വന്നിട്ടുള്ള മാറ്റത്തെയാണ് നമ്മൾ ജി ഡി പി ഡീഫ്ലേറ്റർ കൊണ്ട് മെഷർ ചെയ്യാം. ഈ പ്രൈസ് ലെവലിൽ വന്നിട്ടുള്ള മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഫ്ലേഷൻ എന്ന് പറയാം. അപ്പൊ ജി ഡി പി ഡീഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു നോമിനൽ ജി ഡി പി ഇൻറ്റു റിയൽ ജി ഡി പി, നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100. നമ്മൾ ഇനി ഈ നോമിനൽ ജി ഡി പി റിയൽ ജി ഡി പിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിനർത്ഥം അത് കാണിക്കുന്നത് ഇൻഫ്ലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് നോമിനൽ ജി ഡി പി എത്രയാണ്? ഇത് നോമിനൽ ജി ഡി പി ആണ്, ഇത് റിയൽ ജി ഡി പി ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100 ആണെന്ത്? ഇൻഫ്ലേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത്. നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100. 1500 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100. എത്രയാ ആൻസർ വരിക? 1.5 ഇൻറ്റു 100 എത്രയാ വരിക? 150 അല്ലേ? 1.5 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 150. ഇനി നിങ്ങളോട് ഇപ്പൊ നിങ്ങൾ ജി ഡി പി ഡീഫ്ലേറ്റർ കണ്ടെത്തി. അപ്പോ ഇവിടത്തെ ഒരു മിനിറ്റ് കേട്ടോ മക്കളെ. ഓക്കെ, അപ്പൊ ഇവിടത്തെ ഇൻഫ്ലേഷൻ എത്രയാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടത്തെ ഇൻഫ്ലേഷൻ എത്രയാണ്? നമുക്ക് എക്സാമിൽ അങ്ങനെയൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇവിടത്തെ ഇൻഫ്ലേഷൻ എത്രയാണ്? അയ്യോ, എന്റെ മൗസ് പോയിട്ടോ. നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അയ്യോ, ഓക്കെ. ഇവിടുത്തെ ഇൻഫ്ലേഷൻ എത്രയാണ്? ഇത് 150 ഓക്കെ, അത് ഞാൻ അംഗീകരിച്ചു. നിങ്ങൾ ചിലർ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അത്തരക്കാർ പബ്ലിക് ആയിട്ട് എവരി വൺ ആയിട്ട് അയക്കണം കേട്ടോ. നിങ്ങൾ ആൻസർ തെറ്റിപ്പോവോ എന്നുള്ള പേടി കൊണ്ടാണോ ഷാഹിദ പേഴ്സണൽ ആയിട്ട് അയക്കുന്നതെന്ന് എനിക്ക് അറിയൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പബ്ലിക് ആയിട്ട് അയക്കും. തെറ്റിയാലും കുഴപ്പമില്ല, ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഇവിടുത്തെ ഇൻഫ്ലേഷൻ എത്രയാണ്? കാവ്യക്ക് മാത്രമേ ആൻസർ ഉള്ളൂ.
യെസ്, 50% ആണ് ബേസിക്കലി ഇവിടുത്തെ ഇൻഫ്ലേഷൻ. അതായത് 150% എന്ന്, ഇതൊരു പേഴ്സൻറ്റേജ് കണക്കാണ് അല്ലെ. അപ്പോ ഈ 100-ന് മുകളിൽ എത്രയാണോ ഉള്ളത് അതാണ് ഇവിടുത്തെ ഇൻഫ്ലേഷൻ. ഞാൻ നിങ്ങൾക്കൊരു ഒരു ചെറിയൊരു പ്രോബ്ലം തരാം. ടേക്ക് ആൻ എക്സാമ്പിൾ. എന്ത് പ്രൊഡക്റ്റാ നമ്മൾ വാങ്ങാം? ഷവർമ തന്നെ എടുക്കാം. ഒരു ഷവർമയുടെ പ്രൈസ് ഒരു ഷവർമയുടെ പ്രൈസ് 120 രൂപയാണ്. സോറി, 2025 26 ഇയറിൽ ഒരു ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്തത് 50 ഷവർമയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, 50 ഷവർമയാണ്. ഈ ഷവർമയുടെ പ്രൈസ് 2000 പ്രൈസ് കേട്ടോ 2025 26 ഈ ഷവർമയുടെ പ്രൈസ് 130 രൂപയാണ്. ഈ ഷവർമയുടെ പ്രൈസ് ബേസ് ഇയർ ആയിട്ടുള്ള 2012 90 രൂപയായിരുന്നു. ഇങ്ങനൊരു കണക്ക് നിങ്ങൾക്ക് തന്നു. എന്നിട്ട് അവർ പറഞ്ഞു കാൽക്കുലേറ്റ് ഇൻഫ്ലേഷൻ. കാൽക്കുലേറ്റ് ഇൻഫ്ലേഷൻ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. നമുക്ക് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് ടൈം ഉണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പൊ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും, എത്രയാണ് ഇൻഫ്ലേഷൻ വരിക? നമുക്ക് പറഞ്ഞു GDP ഡീഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൾസോ എ എന്താ പറയാ, ഒരു ഇൻഡെക്സോ അല്ലെങ്കിൽ എ മെഷർ ഓഫ് ഇൻഫ്ലേഷൻ. മെഷർ ഓഫ് ഇൻഫ്ലേഷൻ, എ മെഷർ ഓഫ് ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബേസിക്കലി ചെയ്യേണ്ടത് GDP ഡീഫ്ലേറ്റർ കണ്ടെത്തലാണ്. GDP ഡീഫ്ലേറ്റർ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ വി നീഡ് നോമിനൽ GDP ആൻഡ് വി നീഡ് റിയൽ GDP. ആ നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP into 100 ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് GDP ഡീഫ്ലേറ്റർ വിച്ച് ഈസ് ആൾസോ എ മെഷർമെന്റ് ഓഫ് ഇൻഫ്ലേഷൻ. സോ ഇവിടുത്തെ ഇൻഫ്ലേഷൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചത്. നിങ്ങളൊന്ന് ചെയ്യൂ. നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അലീന, അന്ന തോമസ്, ബിബിത, ചന്ദന, ദിംന, ഫിദ, ഹെൽന, ഹൃദയ, കാവ്യ, മനുപ്രസാദ്, ഷമീമ, ഷാഹിദ, സ്നേഹ. ഓക്കെ. ഉള്ളവരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് എന്ന് പറഞ്ഞാണ്. ഓക്കെ, എന്നാ നിങ്ങൾ കണ്ടെത്തൂ. നമുക്ക് ടൈം ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ എന്തായാലും ഇനിയുള്ള ഒരു മാസം ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാരെയും നെറ്റ് അടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇരിക്കുകയാണ്. എനിക്ക് വേറെ ഒന്നും പണിയില്ല. നമുക്ക് രാവിലെയും വൈകുന്നേരം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. രാത്രി മാത്രമേ ചില ദിവസങ്ങളിൽ ഞാൻ അവൈലബിൾ അല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ സമയത്തും നമുക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ നമ്മുടെ ക്രാഷ് കോഴ്സിൽ പ്ലാൻ ചെയ്തിരുന്നത് രാത്രി 8 to 10 എന്നുള്ളൊരു സെഷൻ മാത്രമാണ്. അപ്പൊ നമ്മുടെ പ്ലാനിങ് അങ്ങനെയല്ല. എത്രത്തോളം നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പൊ ഉണ്ടാക്കിയൊരു കണക്കാണ് ഹെൽന. അപ്പൊ ഹെൽന പറയുന്നത് 44.4 എന്നുള്ളതാണ്. 44.4%. ബാക്കിയുള്ളവരും ഇടൂ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യിട്ടോ.
വേറെ ആരും ഇല്ലേ? വേറെ ആരും ചെയ്യുന്നില്ലേ? കാവ്യ, ഷമീമ, സ്നേഹ, ഹൃദയ, ഹെൽന. ഹെൽന ചെയ്തു. ഫിദ, ചന്ദന. ഓക്കെ, അപ്പൊ 44.4 ആയിരിക്കും കേട്ടോ ആൻസർ. കാവ്യയും അതിൽ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തരണോ നിങ്ങൾക്ക്? ചെയ്യണോ? ഓക്കെ, എന്നാ ബിബിത ഒന്ന് ശ്രദ്ധിക്കട്ടെ, എല്ലാരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു GDP ഡീഫ്ലേറ്റർ എന്താണ്? ഇറ്റ്സ് എ മെഷർ ഓഫ് ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇൻഫ്ലേഷൻ കണ്ടെത്താൻ നമുക്ക് വേണ്ടത് ലിറ്ററലി GDP ഡീഫ്ലേറ്റർ കണ്ടെത്തലാണ്. GDP ഡീഫ്ലേറ്ററിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100. അപ്പൊ നമുക്ക് രണ്ട് സാധനങ്ങളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നോമിനൽ GDP എന്നും റിയൽ GDP എന്നും നമ്മൾ മനസ്സിലാക്കണം. നോമിനൽ GDP യെ നമ്മൾ എങ്ങനെയാണ് എഴുതാറുള്ളത്? നോമിനൽ, എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ് കേട്ടോ. നോമിനൽ GDP ഈസ് ഈക്വൽ ടു, നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു P1Q1. P1Q1 എന്ന് പറഞ്ഞ 1 എന്ന് കണ്ടാൽ അത് നിങ്ങൾ മനസ്സിലാക്കുക കറന്റ് ആണ്. 0 എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ബേസ് ഇയർ ആണ്. ഇനി റിയൽ GDP നമ്മൾ എങ്ങനെ കണ്ടെത്തുക? റിയൽ GDP ഈസ് ഈക്വൽ ടു P0Q1. P0 എന്ന് പറഞ്ഞാൽ ബേസ് ഇയറിലെ പ്രൈസ് ഇൻറ്റു Q1 എന്ന് പറഞ്ഞാൽ കറന്റ് ഇയറിലെ ക്വാണ്ടിറ്റി. ഇങ്ങനെയാണ് നോമിനൽ GDPയും റിയൽ GDPയും നമ്മൾ കണ്ടെത്തുക. അപ്പൊ നമുക്ക് നോമിനൽ GDP കണ്ടെത്താൻ പ്രൈസ് നോമിനൽ GDP ആണ് നമ്മൾ ആദ്യം കണ്ടെത്തുന്നത്. പ്രൈസ് ഇൻ P1 എന്ന് പറഞ്ഞാൽ എന്താണ്? കറന്റ് ഇയറിലെ പ്രൈസ്. നമ്മൾ പറഞ്ഞു കറന്റ് ഇയറിലെ പ്രൈസ് എത്രയാണ്? അത് 130 ആണ്. 130 ഇൻറ്റു നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങിയത്? 50. സോറി, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 50. അപ്പൊ എത്രയായി? 130 ഇൻറ്റു 50, 6500. ഇത് ക്ലിയർ ആണോ ബിബിത? ഞാൻ ബിബിതനെ മാത്രം വിളിക്കുന്നത്, ബിബിത മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എനിക്ക് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ്. ഇത് ക്ലിയർ ആണോ ബിബിത? നോമിനൽ GDP നമ്മൾ എങ്ങനെയാ കണ്ടെത്തിയെന്നുള്ളത്? ബിബിത പോയോ? ഓക്കെ, റിയൽ GDP നമ്മൾ പറഞ്ഞു P0 ഇൻറ്റു Q1 ആണ്. P0 എന്ന് പറഞ്ഞാല് ബേസ് ഇയറിലെ പ്രൈസ്. ബേസ് ഇയറിലെ പ്രൈസ് എത്രയാണ്? 90. 90 ഇൻറ്റു എത്രണ്ണ നമ്മൾ Q1 വാങ്ങിയത് എത്രണ്ണാണ് കറന്റ് ഇയറിൽ? 50 ഈസ് ഈക്വൽ ടു 90 ഡിവൈഡഡ് ഇൻറ്റു 50. എത്രയാണ്? 4500. നിങ്ങൾ ആൻസർ ഒക്കെ ചാറ്റ് ബോക്സിൽ ഇടും ട്ടോ. അല്ലെ ഇപ്പൊ ഞാനത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി GDP ഡീഫ്ലേറ്റർ. അപ്പൊ നമുക്ക് നോമിനൽ GDPയും കിട്ടി, അതുപോലെ തന്നെ റിയൽ GDPയും കിട്ടി. അപ്പൊ GDP ഡീഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ ഇക്വേഷൻ ഉണ്ട്. GDP ഡീഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു നോമിനൽ ബൈ റിയൽ ഇൻറ്റു 100. നോമിനൽ GDP നമുക്ക് എത്ര കിട്ടിയത്? 6500 ഡിവൈഡഡ് ബൈ റിയൽ GDP എത്രയാ കിട്ടിയത്? 4500 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 6500 ഹരണം 4500 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 1.4444 അങ്ങനെ പോകും ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ഇൻറ്റു 100 എത്ര വരിക?
1.444 into 100 144.44 അങ്ങനെ പോകും. ഇതാണ് ഇപ്പൊ നമുക്ക് GDP ഡീഫ്ലേറ്റർ കിട്ടിയത്. എത്രയാണ്? 144.44. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ പറയൂ, 144.44 എന്ന് GDP ഡീഫ്ലേറ്റർ വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോ എവിടെ എഴുതുക? ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. 144.44 എന്ന് GDP ഡീഫ്ലേറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ ഇൻഫ്ലേഷൻ എത്രയാണ്? ചാറ്റ് ബോക്സിൽ പറയൂ. (44.4) അല്ലെ? കാവ്യ പറഞ്ഞു. നിങ്ങൾ ആക്റ്റീവ് ആവണം കേട്ടോ. ബിബിത അതിനിടക്കൊന്ന് പോയി വന്നു, എവിടെയോ ഒന്ന്. ഫിദ, കാവ്യ, ഷമീമ, ഷാഹിദ, സ്നേഹ, അലീന, 2 അലീനകളെ കാണുന്നുണ്ട്. 2 പേരും ആക്റ്റീവ് ആവണം. ആൻസർ തെറ്റിയാലും നിങ്ങൾ പറയാം. ഇനി ഇൻ കേസ്, ഓക്കെ ബിബിത, ഓക്കെ. ഇൻ കേസ് എനിക്ക് കിട്ടിയത് 160, എന്റെ GDP ഡീഫ്ലേറ്റർ കേട്ടോ, 168.9 ആണെന്ന് കൂട്ടിക്കോളൂ. ഇവിടുത്തെ ഇൻഫ്ലേഷൻ എത്രയായിരിക്കും? 168.9 ആണ് എനിക്ക് GDP ഡീഫ്ലേറ്റർ കിട്ടിയത് എന്നുണ്ടെങ്കിൽ എന്റെ ഇൻഫ്ലേഷൻ എത്രയാണ്? ഷാഹിദ പറയൂ. കാവ്യ 69 എന്ന് പറഞ്ഞിട്ടുണ്ട്. അലീന? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയതിൽ നിന്ന് 100നെ മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് 168.9 ആണ്. അതിൽ നിന്ന് 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 168.9. അപ്പൊ അതിനെ ഒന്നെങ്കിൽ കാവ്യ പറഞ്ഞ പോലെ 69% എന്ന് പറയാം, അല്ലെങ്കിൽ എക്സാക്ട് വാല്യൂ ആയിട്ടുള്ള 68.9 എന്ന് നിങ്ങൾക്ക് പറയാം. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ചെയ്തപ്പോ നമുക്ക് കിട്ടിയ വാല്യൂ, GDP ഡീഫ്ലേറ്ററുടെ വാല്യൂ ട്ടോ, എന്തൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ ക്ലിയർ ചെയ്യല്? ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള GDP ഡീഫ്ലേറ്ററുടെ വാല്യൂ 73 ആണ്. വെറും 73. ഓക്കെ, ഒരു കണക്കും കൂടി നിങ്ങൾ ചെയ്യൂ ട്ടോ. ഇതെന്താ അങ്ങനെയൊക്കെ വരുന്നേ? ഈ കണക്കും കൂടി നിങ്ങൾ ചെയ്യൂ. നമുക്കിത് തെറോ ആക്കിയിട്ട് മാത്രം മുന്നോട്ട് പോയാൽ മതി. നമുക്ക് നെറ്റും GRFും അടിക്കാനുള്ളതാണ്. ഞാൻ ഒരു കണക്കും കൂടി പറയുന്നുണ്ട്. ബിരിയാണി, ടേക്ക് ആൻ എക്സാമ്പിൾ. ബിരിയാണി ഒരു ഇക്കോണമിയിൽ 2025, ഇതെന്താ മക്കളെ ഇങ്ങനെ? 2025-26 വർഷത്തില് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബിരിയാണി 100 എണ്ണമാണ്. നിങ്ങൾക്കത് കാണുന്നുണ്ടോ? ഒരു ചോപ്പ് വരുന്നുണ്ടോ എഴുതുമ്പോ ഇതിന്റെ കൂടെ? ഓക്കെ, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. 2025-26 വർഷത്തില് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബിരിയാണി എന്ന് പറഞ്ഞാല്, ഈ മാർക്കറ്റിൽ ബിരിയാണി മാത്രമേ ആളുകൾ കഴിക്കുന്നുള്ളൂ കേട്ടോ. അത് ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ബിരിയാണി എന്ന് പറഞ്ഞാല് അത് 250 എണ്ണാണ് ബിരിയാണി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 2025-26
പ്രൈസ് ഓഫ് ബിരിയാണി എന്ന് പറഞ്ഞാല് 190 രൂപയാണ്. വലിയ പ്രീമിയം ബിരിയാണി ആയില്ലേ? 100 രൂപയാണ്. അത് മതി, 100 രൂപയാണ്. ഇനി ബേസ് ഇയർ ഇവിടെ വരുന്നത് 2014 2016 പ്രൈസ് ഓഫ് ബിരിയാണി എന്ന് പറഞ്ഞാല് 130 രൂപയാണ്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടുത്തെ ചേഞ്ച് നിങ്ങൾ മനസ്സിലാക്കണം. 2025-26 ബിരിയാണിയുടെ വില 250 2025-26 ബിരിയാണിയുടെ പ്രൈസ് 100 2014 ബേസ് ഇയറിൽ, ഞാനിവിടെ ബേസ് എന്ന് ഇടുന്നുണ്ട്, ബേസ് ഇയറിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 130. ഇവിടത്തെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഇവിടത്തെ ചേഞ്ച് ഇൻ എന്താ പറയാ, ചേഞ്ച് ഇൻ മണി കണ്ടെത്താൻ പറയാണ് നിങ്ങളോട്. എക്സാമിന് ചേഞ്ച് ഇൻ മണി കണ്ടെത്താൻ പറഞ്ഞു. എത്ര ആൻസർ വരിക? നിങ്ങൾ എഴുതൂ, നിങ്ങൾ ചെയ്യൂ. അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കണ്ടെത്താം. അങ്ങനെ ഞാൻ ഇൻഫ്ലേഷൻ തന്നെ എഴുതുന്നുണ്ട് കേട്ടോ, ചേഞ്ച് ഇൻ മണി ഒന്നും വേണ്ട, ഇൻഫ്ലേഷൻ എന്ന് എഴുതുന്നുണ്ട്. കാൽക്കുലേറ്റ് ഇൻഫ്ലേഷൻ. ഓർ ഡീഫ്ലേഷൻ. കാൽക്കുലേറ്റ് ഇൻഫ്ലേഷൻ ഓർ ഡീഫ്ലേഷൻ. ഞാൻ ചെയ്തരട്ടോ, നിങ്ങൾ പേടിക്കണ്ട. മാത്രമല്ല പ്രോബ്ലം ഒന്നും ഇല്ല, എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. നമുക്ക് എക്സാമിന് നെറ്റ് അടിക്കേണ്ടേ? പിന്നല്ലേ നാളെ നിങ്ങൾ സെക്ഷൻ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം മാക്രോയിലുള്ള എല്ലാ സിലബസ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോയിട്ട് പിന്നെ ബാക്കിയുള്ള ലൈക്ക് എന്താന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കട്ടെ നല്ലത്. അതായത് അത് മാത്രം ആക്കണ്ട, ആ ഒരു ഏരിയാസ് മാത്രം ആക്കണ്ട. 23/1, 23/7 വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും 23 അറൗണ്ട് ആണെന്ന് അറിയാലേ? ഇത് ഞാൻ ചെയ്യണോ? ആർക്കെങ്കിലും ചെയ്തരണോ? നിങ്ങൾ മടിക്കാനുണ്ട്, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ ഐ വിൽ ഡു. സ്നേഹ, ഷമീമ, കാവ്യ, ഫിദ, ഡിംന, ചന്ദന, ബിബിത, അലീന ആർക്കെങ്കിലും ചെയ്യണോ? ചെയ്തരണോ ഞാന്? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും എനിക്കൊരു വിശ്വാസമാവാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ഇൻഫ്ലേഷൻ ഓർ ഡീഫ്ലേഷൻ. ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മണി സപ്ലൈയിൽ അല്ലെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ? കൂടുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ എന്നും കുറയാണെങ്കിൽ ഡീഫ്ലേഷൻ എന്നും പറയും. നമ്മൾ ഫിലിപ്സ് കർവിന്റെ ഏരിയാസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യും. ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ഉണ്ട്. ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട്, വാക്കിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട്, റണ്ണിങ് ഇൻഫ്ലേഷൻ ഉണ്ട്, കുറെ ഇൻഫ്ലേഷൻസ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ പ്രൈസ് കൂടുക, ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ പ്രൈസ് ജനറൽ പ്രൈസ് ലെവൽ. ജനറൽ പ്രൈസ് ലെവൽ ജനറൽ പ്രൈസ് ലെവലിൽ വരുന്ന ചേഞ്ചസ് ആണെന്ത്? ജനറൽ പ്രൈസ് ലെവൽ. അത് കൂടുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ, കുറയാണെങ്കിൽ ഡീഫ്ലേഷൻ. ഇത് നിങ്ങൾ ഓർമ്മയിൽ വെക്കട്ടോ. അപ്പൊ നമുക്ക് ഇൻഫ്ലേഷൻ കാണാൻ, ഇൻഫ്ലേഷൻ അനലൈസ് ചെയ്യാൻ കുറെ മെത്തേഡുകൾ ഉണ്ട്. അതിൽ പെട്ട ഒന്നാണ് നമുക്ക് GDP ഡീഫ്ലേറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പൊ GDP ഡീഫ്ലേറ്ററിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നോമിനൽ ജി ഡി പിയും കണ്ടെത്തണം, റിയൽ ജി ഡി പിയും കണ്ടെത്തണം. നോമിനൽ ജി ഡി പിയെ നമ്മൾ എങ്ങനെ കണ്ടെത്തുക? നമ്മൾ പറഞ്ഞു നോമിനൽ ആണ്. നോമിനൽ നോമിനൽ നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ഇക്വേഷൻ എന്തായിരുന്നു? ഉം ആരെങ്കിലും പറയൂ. എനിക്ക് അറിയാത്തോണ്ടല്ലോ കേട്ടോ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്ത് കിട്ടാം. എസ് P1 Q1. P1 എത്രയാണ്? പ്രൈസ് P1 എത്രയാണ്? അത് ഏറ്റവും റിസെന്റ് ആയിട്ടുള്ളതിനെ നമ്മൾ P1 എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. P1 എത്രയാണ്? 100. എത്രയാണ് നമ്മൾ ബിരിയാണി പ്രൊഡ്യൂസ് ചെയ്തത്? 250. അപ്പൊ എത്രയായി? 100 ഇൻറ്റു 250. 2000 എത്രയാണ്? 2500 ആണോ 25,000 ആണോ? 25,000 ആണ് അല്ലെ? 25,000. ഓക്കെ. ഇനി റിയൽ ജി ഡി പി നമ്മൾ എങ്ങനെയാ കണ്ടെത്തിയത്? റിയലിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? റിയൽ എന്ന് പറഞ്ഞാല് P0Q1. P0 എന്ന് പറഞ്ഞാൽ ബേസിലുള്ള പ്രൈസ് അല്ലെ? ബേസ് ഇയറിലെ പ്രൈസ് എത്രയായിരുന്നു? 130 ഇൻറ്റു Q1 എത്രയാണ്? നമ്മൾ എത്ര കറന്റ് കൺസ്യൂം ചെയ്തത്? 250. ആൻസർ എത്രയാ വരിക? 130 ഇൻറ്റു 250, 32,500. ഈ രണ്ടും കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ജി ഡി പി ഡീഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു നോമിനൽ ബൈ റിയൽ ഇൻറ്റു 100. നോമിനൽ എത്രയാണ്? 25,000 ഡിവൈഡഡ് ബൈ 32,500 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 25,000 ഹരണം 32,500. എത്രയാ മക്കളെ വന്നേ? 25,000 ഹരണം 32,500. 0.7692 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ഇൻറ്റു 100 76.92. അപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ 76.92 ആണ്. അപ്പോ ഇവിടെ പ്രൈസിൽ വന്നിട്ടുള്ള ജനറൽ പ്രൈസ് ലൈനിൽ വന്നിട്ടുള്ള ചേഞ്ച് എത്രയാണ്? നമ്മൾ എന്ത് ചെയ്താൽ മതി? 100-ൽ നിന്ന് 100% ആണ്. 100%-ൽ നിന്ന് 76.92 നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 100 മൈനസ് 76.92 23.08. അങ്ങനെ ചെയ്താൽ മതി ഫിദ. നമ്മൾ അതിലേക്ക് എത്തും. നമ്മളിപ്പോ ബേസ് പഠിക്കുകയാണ്. നമ്മൾ അതിലേക്ക് എത്തൂട്ടോ. നമ്മൾ മാക്രോ ഫിനിഷ് ചെയ്യുമ്പോഴേക്ക് ഇന്നത്തെ എന്നല്ല, നമ്മുടെ എൻ്റയർ മാക്രോ ഫിനിഷ് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്ക് UGC നെറ്റ് എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ മാറും. ഓക്കെ, ഇതാണ്. ഇനി ഞാൻ ഇതിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഫ്ലേഷൻ ആണെങ്കിൽ അതെന്തായിരിക്കും? 100-ന്റെ മുകളിലായിരിക്കും അല്ലെ? ഇൻഫ്ലേഷൻ ആണെങ്കിൽ 100-ന്റെ മുകളിലായിരിക്കും. ഡീഫ്ലേഷൻ ആണെങ്കിലോ 100-ന്റെ താഴെയായിരിക്കും, നമ്പർ ലൈനിൽ വരിക. ഇനി നമുക്ക് 100 കിട്ടിയത്. ജി ഡി പി ഡീഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു 100. അതിനർത്ഥം എന്തായിരിക്കും? ജി ഡി പി ഡീഫ്ലേറ്റർ 100 വന്നാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ആരും ഇല്ലേ?
കാവ്യ, ഫിദ, ഡിന്ന, സ്നേഹ, ഷമീമ. നോ ചേഞ്ച് ഇൻ പ്രൈസ്. എക്സാക്ട്ലി. പ്രൈസിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇപ്പൊ നമ്മൾ ജി ഡി പി ഡീഫ്ലേറ്റർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നോമിനൽ ബൈ റിയൽ ഇൻറ്റു 100. പ്രൈസിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നോമിനൽ നമ്മൾ എങ്ങനെ കണ്ടെത്തുക? P1 Q1. റിയൽ എങ്ങനെ കണ്ടെത്തുക? P0 Q1. ഇപ്പോ ഇത് രണ്ടും എന്തായിരിക്കും? രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ രണ്ട് ഈക്വൽ ആയ സംഖ്യ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇപ്പൊ 1500 കിട്ടിയത് നോമിനൽ ജി ഡി പി, 1500 റിയൽ ജി ഡി പി ഇൻറ്റു 100. സെയിം സംഖ്യനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 100. അപ്പൊ ജി ഡി പി ഡീഫ്ലേറ്റർ 100 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ത്? ദർ ഈസ് നോ ചേഞ്ച് ഇൻ പ്രൈസ്. അവിടെ ഇൻഫ്ലേഷനും ഇല്ല, അവിടെ ഡീഫ്ലേഷനും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനിയുള്ളതാണ് പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻകം ഓഫ് ദ പീപ്പിൾ ഓഫ് എ കൺട്രി. ഒരു കൺട്രിയിലുള്ള ആളുകളുടെ ആവറേജ് ഇൻകത്തെയാണ് നമ്മൾ എന്ത് പറയാ? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയാ. അതായത് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നിങ്ങളോട് ഞാൻ എഗെയിൻ ചോദിക്കാട്ടോ. ഇപ്പൊ ഇന്ത്യ, ഓക്കെ, നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഒരു ഇന്ത്യ പോട്ടെ, ഒരു രാജ്യം, അപ്പൊ ഫവാസ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, എന്റെ പേരിൽ ഒരു രാജ്യമുണ്ട്. ഈ രാജ്യത്ത് 190 ആളുകളുണ്ട്. ടോട്ടൽ പോപ്പുലേഷൻ 190 ടോട്ടൽ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാല് ടോട്ടൽ ജി ഡി പി, ഞാൻ ജസ്റ്റ് ജി ഡി പി എടുക്കുന്നത്, ടോട്ടൽ ജി ഡി പി എന്ന് പറഞ്ഞാല് അത് ഒരു 50,000 രൂപയാണ്. ഇവിടത്തെ പെർ ക്യാപിറ്റ ഇൻകം എത്രയായിരിക്കും? ആരെങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. ഇപ്പൊ ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്ത് 190 ആളുകളുണ്ട്. ജി ഡി പി എന്ന് പറഞ്ഞാല് 50,000 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം എത്രയായിരിക്കും? എത്ര ആയിരിക്കും? 263.15 അല്ലെ? അതായത് അതെങ്ങനെയാ നമ്മൾ കണ്ടെത്തുക? നാഷണൽ ഇൻകം എത്രയാണ്? 50,000 ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. പോപ്പുലേഷൻ എത്രയാണ്? 190. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം ഈസ് ദ ആവറേജ് ഇൻകം ഓഫ് ദ പീപ്പിൾ ഓഫ് എ കൺട്രി. ആ കൺട്രിയിലുള്ള ആളുകളുടെ ആവറേജ് ഇൻകത്തെയാണ് നമ്മൾ എന്ത് പറയാ? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയാം. ഓക്കെ, ഇൻകം പെർ പേഴ്സൺ എന്നും നമുക്ക് പറയാം. ഇപ്പൊ ഇന്ത്യയുടെ കേസിലൊക്കെ ആലോചിച്ച് നോക്കൂ, 160 കോടി ജനങ്ങളുണ്ട്. 160 കോടി നമ്മളെ ജി ഡി പി എടുക്കുകയാണ്. ഒരു 900 അല്ലെങ്കിൽ 9 ലക്ഷം ഇങ്ങനെ പോട്ടോ, ക്രോറ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ 160 കോടി ഇങ്ങനെ പോവേ ക്രോഡ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വിവിധ പറഞ്ഞ പോലെ ഇൻകം ബൈ പേഴ്സൺ കിട്ടും. ഇൻകം പെർ പേഴ്സൺ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ കമ്പയറിംഗ് ആവറേജ് ഇൻകം അക്രോസ് കൺട്രീസ് അക്രോസ് ടൈം. ഹവർ ഇറ്റ് ഡസ് നോട്ട് ഷോ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ഇൻകം ഡിസ്ട്രിബ്യൂഷനെ ഇത് കാണിക്കുന്നില്ല. ഇപ്പോ ആകെ 3 ആളെ ഉള്ളൂ. ഇപ്പൊ ഞാനുണ്ട്, എന്റെ ഇൻകം എന്ന് പറഞ്ഞാല് 3 ലക്ഷം രൂപയാണ്. ബിബിതയുണ്ട്, ബിബിതയുടെ സാലറി എന്ന് പറഞ്ഞാല് ഒരു മാസം കിട്ടുന്നത് 2000 രൂപയാണ്. ദെൻ കാവ്യയുണ്ട്, കാവ്യക്ക് ഒരു മാസം കിട്ടുന്നത് ഒരു മാസത്താട്ടോ 900 രൂപയാണ്. എനിക്ക് 3 ലക്ഷം രൂപയുണ്ട്. നമ്മൾ ഇതിന്റെ പെർ ക്യാപിറ്റ ഇൻകം പെർ പേഴ്സൺ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 3 ലക്ഷം പ്ലസ് 2000 പ്ലസ് 900 എത്രയാ കിട്ടുക? 3 ലക്ഷത്തി 3 ലക്ഷത്തി
900 ഡിവൈഡഡ് ബൈ 3 ഹരണം 3. അപ്പൊ ഇത് പ്രകാരം ഒരാൾക്ക് പെർ പേഴ്സൺ എത്രയുണ്ട്? 1,966,000 രൂപയുണ്ട്. പോയിന്റ് 6 ഇങ്ങനെ പോകും. ഇത് റിയാലിറ്റിയുമായി വല്ല ബന്ധമുണ്ടോ? മാസം 900 രൂപ കിട്ടുന്ന ഒരാളും മാസം 2000 രൂപ കിട്ടുന്ന ഒരാളുള്ള ഇവർക്കൊക്കെ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം പ്രകാരം എത്ര ലക്ഷം രൂപയുണ്ട്? 1,00,000 രൂപ സാലറി ഉണ്ട് മാസം. അറ്റർലി ഒരു ബന്ധവും ഇല്ല. അപ്പൊ ഇതെന്തല്ല, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കാട്ടുന്നില്ല. അതായത് ഹയർ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള ഒരു രാജ്യം ഹയർ ഇനീക്വാളിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻകം ആക്ച്വലി റിസീവ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ഹൗസ് ഹോൾഡ് ഫ്രം ഓൾ സോഴ്സസ്. PI എന്നാണ് നമ്മൾ പേഴ്സണൽ ഇൻകത്തെ പറയാറുള്ളത്. PI എന്ന് പറഞ്ഞാല് ഒരു ഹൗസ് ഹോൾഡിന് എല്ലാ സോഴ്സിൽ നിന്നും കിട്ടുന്ന ഇൻകത്തെയാണ് നമ്മൾ എന്ത് പറയാ? പേഴ്സണൽ ഇൻകം എന്ന് നമ്മൾ പറയാം. ഓക്കെ, അതെന്തൊക്കെ ഉണ്ടാവും? പേഴ്സണൽ ഇൻകം നമ്മൾ എങ്ങനെ കണ്ടെത്തുക? നാഷണൽ ഇൻകത്തിൽ നിന്ന് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കുറക്കുക, കോർപ്പറേറ്റ് ടാക്സ് കുറക്കുക, സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് കുറക്കുക. ഇതിലേക്കൊക്കെ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ പേയ്മെന്റ് ആഡ് ചെയ്യുക. വാട്ട് ഈസ് ട്രാൻസ്ഫർ പേയ്മെന്റ്? ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വൺ വേ പേയ്മെന്റ് ആണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. അതായത് ഗവൺമെന്റ് ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷൻ, അല്ലെങ്കിൽ നമുക്കൊക്കെ കിട്ടുന്ന സ്കോളർഷിപ്പ്, അല്ലെ, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് അലവൻസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയാം. അപ്പൊ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാല് നാഷണൽ ഇൻകത്തിൽ നിന്ന് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കുറച്ച്, കോർപ്പറേറ്റ് ടാക്സ് കുറച്ച്, സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് കുറച്ച് അതിലേക്ക് ട്രാൻസ്ഫർ പേയ്മെന്റ് നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പൊ ട്രാൻസ്ഫർ പേയ്മെന്റിൽ എന്തൊക്കെയുണ്ട്? പെൻഷൻ ഉണ്ട്, സ്കോളർഷിപ്പ് ഉണ്ട്, അൺഎംപ്ലോയ്മെന്റ് അലവൻസ് ഒക്കെ ഉണ്ട്. Transfer payments are included in personal income but not in national income because they are earned through current production. They are not earned through current production. എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുക വഴിയാണോ നമുക്ക് നാഷണൽ ഇൻകം നമുക്ക് ട്രാൻസ്ഫർ പേയ്മെന്റ് കിട്ടിയിട്ടുള്ളത്? അല്ല, അത് ഗവൺമെന്റ് വെറുതെ തന്നതാണ്. അതുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യൂല? നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യാറില്ല എന്ന് മനസ്സിലാക്കുക. ഇനി പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു വ്യക്തിക്ക്, എനിക്ക് മാസം ഒരു 5 ലക്ഷം രൂപ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ കുറെ സ്ഥലത്ത് ടീച്ച് ചെയ്യുന്നുണ്ട് നെറ്റിന്. ഇപ്പൊ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ടീച്ച് ചെയ്യുന്നു A. അവിടുന്ന് എനിക്കൊരു മാസം 30,000 രൂപ കിട്ടുന്നു എക്കണോമിക്സ് ക്ലാസ് എടുക്കുമ്പോൾ. B, എനിക്കൊരു 20,000 രൂപ കിട്ടുന്നു. C, എനിക്കൊരു ഒരു 1 ലക്ഷം രൂപ കിട്ടുന്നു. ഇനി ഞാൻ എക്കോ ഡൊമൈനിൽ ക്ലാസ് എടുക്കുന്നു. ഇവിടുന്ന് ABCD ഇവിടുന്നും എനിക്കൊരു, നിങ്ങളൊക്കെ പേ ചെയ്തതുകൊണ്ട് ഒരു 50,000 രൂപ ഇവിടുന്നും പ്രോഫിറ്റ് ആയി കിട്ടുന്നു. ഇതൊക്കെ ഞാൻ ആഡ് ചെയ്തു. എനിക്ക് ടോട്ടല് ഒരു, ഇനിയുണ്ട് കേട്ടോ, ഞാൻ ഇത് ഉദാഹരണമാണ് കേട്ടോ, അല്ല എനിക്ക് ഇത്രയൊന്നും കിട്ടുന്നില്ല, അങ്ങനെ കരുതരുത്. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ വേറെ പണിക്കൊന്നും പോകണ്ടല്ലോ. എനിക്ക് ഒരു 10 ലക്ഷം രൂപ മാസം ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. ഈ 10 ലക്ഷം രൂപ എന്നുള്ളത് എന്റെ പേഴ്സണൽ ഇൻകം ആണ്. പക്ഷെ ഈ 10 ലക്ഷം രൂപ എനിക്ക് ചെലവഴിക്കാൻ ഉണ്ടാവുമോ? ഇല്ല. ഈ 10 ലക്ഷം രൂപയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ 1 ലക്ഷം രൂപ ടാക്സ് കൊടുത്തു. അപ്പൊ എനിക്ക് എത്രയുള്ളത്? 9 ലക്ഷം രൂപ. ഇതാണ് എന്റെ പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. ഡിസ്പോസബിൾ ഇൻകത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് YD എന്നാണ്. Y എന്ന് പറഞ്ഞാൽ ഇൻകം, D എന്ന് പറഞ്ഞാൽ ഡിസ്പോസബിൾ ഇൻകം. എന്തുകൊണ്ടാണ് ഇൻകത്തിന് നമ്മൾ I യൂസ് ചെയ്യാത്തത്? I ഓൾറെഡി എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് യൂസ് ചെയ്യും. അത് നമ്മളിപ്പോ ക്യാപിറ്റലിനെ നമ്മൾ എന്താ യൂസ് ചെയ്യല്? C എന്നാണോ യൂസ് ചെയ്യല്? അല്ല, K എന്നാണ്. കാരണം എന്താണ്? C എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കൺസംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻകത്തിന് നമ്മൾ I യൂസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്? Y എന്നുള്ള ഫോമിൽ എടുക്കുകയാണ്. YD എന്ന് പറഞ്ഞാൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ, YD ഡിസ്പോസബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ടാക്സ്.
പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് പേഴ്സണൽ ടാക്സ്. ഇനി ഇയാൾക്ക് കിട്ടുന്ന ഈ ഇൻകത്തെ ഇയാൾ ഇപ്പൊ എന്റെ കയ്യില് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ കേട്ടോ, എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് സാലറി ഉണ്ട്, 10 lakh rupees. അല്ലെങ്കിൽ എനിക്ക് ടോട്ടൽ മാസം 10 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഇതിനെ ഞാൻ രണ്ടെണ്ണം ആക്കിയിട്ടാണ് എക്കണോമിക്സിന്റെ കോൺസെപ്റ്റിൽ ഞാൻ മാറ്റുക. ഒന്ന് ഞാൻ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും, ഞാൻ എൻ്റെ ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വാങ്ങും. രണ്ടാമത്തത് ഞാൻ എന്ത് ചെയ്യും, സേവ് ചെയ്യും. ഈ സേവ് ചെയ്യുന്ന പൈസ മേ ബി ഞാൻ ബാങ്കിൽ ഇടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നുണ്ട്. അത് എൻ്റെ മറ്റ് സേവിങ്ങിനെ നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമ്മൾ ഗ്രോത്ത് തിയറീസ് പറഞ്ഞപ്പോ പറഞ്ഞു, സേവിങ് കൂടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ്, ഒരു എന്റർപ്രണറുടെ പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ ടീച്ചർ എന്താ പറഞ്ഞത്, സേവിങ് കൂടും. സേവിങ് കൂടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, റീഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ സേവിംഗ് നിന്ന് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നുണ്ട്, ബാങ്കൊക്കെ പോകുന്നുണ്ട്, അങ്ങനെ കുറെ പോകുന്നുണ്ട്. അപ്പോ ഈ ഡിസ്പോസിബിൾ ഇൻകത്തെ നമുക്ക് എങ്ങനെയും കണ്ടെത്താൻ പറ്റും. ഇപ്പൊ എന്റെ കൺസംഷൻ 2000 രൂപയാണ്, എന്റെ സേവിങ് 30,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ എന്റെ ഡിസ്പോസിബിൾ ഇൻകം എത്രയായിരിക്കും, വൈഡി എത്രയായിരിക്കും, 32,000 രൂപ. ഇനി അതല്ല, എന്റെ ഇൻകം പെർ മന്തില് 50,000 രൂപയാണ്, 50,000 രൂപ, ഞാന് 3% ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എത്രയായിരിക്കും എന്റെ ഡിസ്പോസിബിൾ ഇൻകം വരിക? എത്രയാ വരിക? 50,000 മൈനസ് 3% എത്ര വരുന്ന കാൽക്കുലേറ്ററിലെ ഓപ്ഷൻ കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 50,000ത്തിന്റെ 3% ഇതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡിസ്പോസിബിൾ ഇൻകം കിട്ടും. അപ്പൊ ഡിസ്പോസിബിൾ ഇൻകം കാണാൻ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് പേഴ്സണൽ ടാക്സ് കുറച്ചാൽ മതി. അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകം കാണാൻ കൺസംഷനും സേവിങ്ങും നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇനിയുള്ളതാണ് മെത്തേഡ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ദർ ആർ മെയിൻലി 3 മെത്തേഡ്: പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. തിയററ്റിക്കലി ഈ 3 സാധനവും നമുക്ക് സെയിം റിസൾട്ട് ആണ് തരേണ്ടത്. ഇപ്പോ ജി ഡി പി പ്രൊഡക്റ്റ് മെത്തേഡിലൂടെ ഞാൻ കണ്ടെത്തിയത് 30,000 കോടി രൂപയാണ് എന്നുണ്ടെങ്കിൽ, ഇൻകം മെത്തേഡിലും അത് 30,000 കോടി ആവണം, എക്സ്പെൻഡിച്ചർ മെത്തേഡിലും അത് 30,000 കോടി ആവണം. ഇതൊരു തിയററ്റിക്കൽ ആയിട്ടുള്ള സംഭവമാണ്. നോർമലി അങ്ങനെ തന്നെയാണ് വരാറുള്ളത് കേട്ടോ. നമ്മൾ ഏത് നാഷണൽ ഇൻകത്തിന്റെ ഏത് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് കിട്ടുന്ന ടോട്ടൽ വാല്യൂ എന്തായിരിക്കണം, അത് ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി ഫസ്റ്റത്തെ മെത്തേഡാണ് പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്. ഈ മെത്തേഡിന്റെ അണ്ടറിൽ നാഷണൽ ഇൻകം ഈസ് മെഷേർഡ് ബൈ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ആഡഡ് ബൈ ഈച്ച് പ്രൊഡ്യൂസിംഗ് യൂണിറ്റ് ഇൻ ദ ഇക്കോണമി. അതായത് ഓരോ പ്രൊഡക്ഷൻ സ്റ്റേജിലും ഒരു സാധനത്തിന് വരുന്ന വാല്യൂസിനെ നമ്മൾ ആഡ് ചെയ്ത് അതാണ് വാല്യൂ ആഡഡ് മെത്തേഡ്. വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണെന്ന് അർത്ഥം. അപ്പൊ വാല്യൂ ആഡഡിന്റെ ഇക്വേഷൻ നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. വാല്യൂ ആഡഡിന്റെ ഇക്വേഷൻ ആണ് എന്ത്, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ്, അവിടെ ഉണ്ട് അല്ലെ, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. ഓൺലി ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഇൻക്ലൂഡഡ് ടു അവോയ്ഡ് ഡബിൾ കൗണ്ടിങ്. നമ്മൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡബിൾ കൗണ്ടിങ് ഉണ്ടാവും. എന്താ ഡബിൾ കൗണ്ടിങ്? സെയിം വാല്യൂനെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കൗണ്ട് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡബിൾ കൗണ്ടിങ് എന്ന് പറയാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോ നമ്മളൊരു പാക്കറ്റ് മിൽമ പാല് വാങ്ങുകയാണ്, ഒരു പാക്കറ്റ് മിൽമ പാല് ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണ്. എത്രയാണ് മിൽമ പാലിന് വില ഒരു പാക്കറ്റിന്, ആർക്കെങ്കിലും അറിയോ? എനിവൺ? എത്രയാണ്? 30 ഒക്കെ ഉണ്ടോ? 28. ഓക്കെ, 28 ഒരു പാക്കറ്റ് മിൽമ പാൽ അല്ലേ? അപ്പോ ഈ മിൽമ പാല് ആദ്യം ഒരു കർഷകൻ
കർഷകൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷീര കർഷകൻ. പശുവിൽ നിന്നൊക്കെ പാലൊക്കെ അകിടുന്ന് കറന്നെടുത്ത് ആ ഒരു കർഷകൻ എന്ത് ചെയ്യും, ഞാൻ കർഷകൻ എന്ന് എഴുതുന്നുണ്ട്, ആ കർഷകൻ എന്ത് ചെയ്യും, അത് മിൽമ സൊസൈറ്റിയിലേക്ക് കൊണ്ടുകൊടുക്കും. ആ മിൽമ അല്ലെങ്കിൽ ഒരു 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 അതൊരു കളക്ട് ചെയ്യുന്ന ഒരാൾക്ക് കൊണ്ടേ കൊടുക്കും. അയാൾക്ക് 1 ലിറ്ററിന് 20 രൂപ കിട്ടി, കർഷകന് കേട്ടോ. ഓക്കെ, അത് കർഷകന് സ്വീകരിച്ചും ചെയ്തു. ഈ കളക്ട് ചെയ്ത ആള് ഈ പാൽ എന്ത് ചെയ്യും, ഒന്നാകെ കുറെ ആളുകളുടേത് കളക്ട് ചെയ്തിട്ട് സൊസൈറ്റിയിൽ കൊണ്ടേ കൊടുക്കും. അയാൾക്ക് എത്ര കിട്ടി? 23 രൂപ കിട്ടി. മിൽമ സൊസൈറ്റി ഇത് പ്രോസസ് ചെയ്തിട്ട് ഇത് റെഡിയാക്കിയിട്ട് മിൽമ സൊസൈറ്റി എന്ത് ചെയ്യും, ഇത് 28 രൂപക്ക് വിൽക്കും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, കർഷകൻ പ്രൊഡ്യൂസ് ചെയ്തത് 20 രൂപയുടെ വാല്യൂ, അപ്പൊ നമ്മൾ 20 ആഡ് ചെയ്യാണ്. ഇനി കളക്ടർ പ്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ കളക്ടർ കളക്ട് ചെയ്തുണ്ടാക്കിയ കളക്ടർക്ക് കിട്ടിയത് എന്താണ്? 23. അത് നമ്മൾ ആഡ് ചെയ്തു. ഇനി മിൽമയുടെ കമ്പനിക്ക് കിട്ടിയത് എത്രയാണ്? 28 രൂപയാണ് അത് വിൽക്കുമ്പോൾ അങ്ങേർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇത് മൊത്തം ആഡ് ചെയ്ത് എത്രയായി? 20 പ്ലസ് 23 പ്ലസ് 28, 71 രൂപയായി. പക്ഷെ ആക്ച്വലി എത്ര രൂപയുടെ പ്രൊഡക്ഷൻ അവിടെ നടന്നിട്ടുള്ളൂ ഇക്കോണമിയില്? 28 രൂപയുടെ. ഇതാണ് ഡബിൾ കൗണ്ടിങ്. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തേ ചെയ്യുള്ളൂ, ഫൈനലായിട്ട് എത്ര രൂപക്കാണോ വിൽക്കുന്നത് അത് 28 എന്നുള്ളത് മാത്രമേ നമ്മൾ ഈ ഒരു വാല്യൂ ആഡഡ് മെത്തേഡിൽ നമ്മൾ എടുക്കുള്ളൂ. നിങ്ങൾ ഇവിടെ അതിനുള്ള ഒരു ഇക്വേഷൻ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ബേക്കർ ഒരു ബ്രെഡ് ഉണ്ടാക്കുന്ന ബേക്കർ, ഓക്കെ, ബ്രെഡാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബ്രെഡിന് എന്ത് വേണം? നമുക്ക് പാല് വേണം, അല്ലെ, മിൽക്ക് വേണം, എഗ്ഗ് വേണം. അപ്പൊ നമ്മൾ മിൽക്കാണ്, ഈ ബ്രെഡിലെ മിൽക്കാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഫാർമർ എന്ത് ചെയ്തു? 100 രൂപക്കാണ് ഈ സാധനം കൊടുക്കുന്നത്. ഇന്റർമീഡിയറ്റ് കോസ്റ്റ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 100 രൂപ എന്നുള്ള വാല്യൂ ഇവിടെ ആഡ് ചെയ്തു. മില്ലറിന് നമ്മൾ ഗോതമ്പാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത്. ഞാനിത് മിൽക്കർ എന്നാ വായിച്ച്, സോറി, ഗോതമ്പ്. ഫാർമർ ഗോതമ്പ് കൃഷി ചെയ്ത ആള് 1 കിലോ ഗോതമ്പ് 100 രൂപക്ക് വിറ്റു. അപ്പൊ അതിന്റെ വാല്യൂ എത്രയായി? 100 രൂപയായി. ഇവിടെ എഴുതിട്ടോ, 100 രൂപയായി. ഈ മില്ലർ ഈ ഗോതമ്പിനെ പൊടിച്ചു, എന്നിട്ട് 150 രൂപക്ക് വിറ്റു. അപ്പൊ ഇവിടെ എത്രയാ നമ്മൾ വാല്യൂ ആഡ് ചെയ്തത്? 50. അപ്പൊ നമ്മൾ വീണ്ടും 50 ആഡ് ചെയ്തു. പ്ലസ് ബേക്കർ ഈ ഗോതമ്പ് വാങ്ങിയിട്ട് നല്ലൊരു ബ്രെഡ് ഉണ്ടാക്കി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ഉണ്ടാക്കി. 250 രൂപക്കാണ് അങ്ങേര് വിൽക്കുന്നത്. അപ്പൊ ഇവിടെ എത്രയാണ്, ഈ സ്റ്റേജിൽ എത്രയാണ് വാല്യൂ ആഡ് ചെയ്തത്? 100. ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ പ്രൊഡക്ഷൻ സ്റ്റേജിലും, പ്രൊഡക്ഷൻ സ്റ്റേജ് 1, പ്രൊഡക്ഷൻ സ്റ്റേജ് 2, പ്രൊഡക്ഷൻ സ്റ്റേജ് 3, ഓരോ സ്റ്റേജിലും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വിലകൾ നമ്മൾ കൂട്ടുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഫൈനൽ ഔട്ട്പുട്ട്. So final value of bread is 250. Therefore, value added method avoid double counting. Double counting ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേജിലും, പ്രൊഡക്ഷന്റെ ഓരോ സ്റ്റേജിലും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇതിങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് എന്നർത്ഥം. ഇത് ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ മെത്തേഡ് ആണെന്ത്? ഇൻകം മെത്തേഡ്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ആർക്കാണ് ഇൻകം കിട്ടുക? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, വി ഹാവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാൻഡിന് നമ്മൾ എന്താ കൊടുക്കുക? ലാൻഡിന് നമ്മൾ എന്താ മക്കളെ കൊടുക്കുക? റെന്റ്. ലേബറിന് വേജ്. ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്. ഓർഗനൈസേഷൻ പ്രോഫിറ്റ്. ഇതിനെ നമ്മൾ ആഡ് ചെയ്യുന്ന മെത്തേഡാണെന്ത്? ഇൻകം മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് നാഷണൽ ഇൻകം ഈസ് മെഷേർഡ് ബൈ ആഡിങ് ഓൾ ഫാക്ടർ ഇൻകം ഏർൺഡ് ബൈ നോർമൽ റെസിഡൻസ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ. അത് ഏതൊക്കെയായിരിക്കും? കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് ഉണ്ടാവും, നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതായത്
ഇങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക. പേജ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. റെന്റ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും, മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ്. അത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, ബട്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇവിടെ നാഷണൽ ഇൻകത്തെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? റെന്റ് പ്ലസ് വേജ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് മിക്സഡ് ഇൻകം. അതായത് നമുക്ക് ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻകം അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പേയ്മെന്റ് നമ്മുടെ ഇക്കോണമിയിൽ മെഷേർഡ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ നാഷണൽ ഇൻകം നമ്മൾ ഈ വഴിക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, ട്രാൻസ്ഫർ പേയ്മെന്റ്സ്. എന്തായിരുന്നു ട്രാൻസ്ഫർ പേയ്മെന്റ്സ്? ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞിരുന്നില്ലേ, വൺ വേ പേയ്മെന്റ് ആണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. അത് ഏതൊക്കെയാണ്? പെൻഷൻ പോലെയുള്ള, സ്കോളർഷിപ്പ് പോലെയുള്ള, ചിലപ്പോൾ കിറ്റുകൾ, ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെരുന്നാൾ കിറ്റും അല്ലെങ്കിൽ ഓണ കിറ്റൊക്കെ കിട്ടും അല്ലെ? അങ്ങനത്തെ ഓണം കിറ്റ്, ഇതിനെയാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയാ. അതും പ്രൊഡക്റ്റീവ് സർവീസസ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യൂല, ട്രാൻസ്ഫർ പേയ്മെന്റും ഇതിൽ ഉൾപ്പെടുത്താറില്ല എന്നും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അതായത് വൺ വേ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ആണ്. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണുള്ളത്. എക്സ്പെൻഡിച്ചർ മെത്തേഡിലാണ് നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞ ആ ഒരു സാധനം വരുന്നത്. GDP ഈസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ കൺസംഷൻ അല്ലേ, ഐ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ്, ജി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോർട്ട്, എം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട്. ഇതിനെ മൊത്തമായിട്ട് നമ്മൾ എന്താ പറയാ? നെറ്റ് എക്സ്പോർട്ട്. ഇവിടെ എന്ത് ചെയ്യും? ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ ഇത് നമ്മൾ ഒഴിവാക്കും, ഡബിൾ കൗണ്ടിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണെന്ത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇനിയുള്ളതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. നോർമലി ഒരു സർക്കുലർ ഫ്ലോ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ +2 മുതലേ നമ്മൾ സർക്കുലർ ഫ്ലോ പഠിക്കുന്നുണ്ട് അല്ലെ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ BA എക്കണോമിക്സിന് ജോയിൻ ചെയ്യുന്ന 2018 ഞാൻ +2 കഴിയുന്നത് കേട്ടോ. 2019 ഞാൻ BA എക്കണോമിക്സിന് ജോയിൻ ചെയ്തത് മങ്കട ഗവൺമെന്റ് കോളേജിൽ. അപ്പോൾ എനിക്കൊരു അടുത്തുള്ള ഒരു ട്യൂഷൻ സെന്ററിൽ +1 +2 ട്യൂഷൻ പഠിപ്പിക്കാൻ അവസരം കിട്ടി. അപ്പൊ അന്ന് ഞാൻ ഫസ്റ്റ് എടുത്ത ടോപ്പിക്കാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഓക്കെ, അപ്പൊ സർക്കുലർ ഫ്ലോ ഇതൊരു 4 ഫാക്ടർ മോഡലാണ്. നമുക്ക് എന്തുണ്ട്? 4 അല്ല, ഒരു ഓപ്പൺ ഇക്കോണമി മോഡലാണ്. നോർമലി 2 സെക്ടർ മോഡലിൽ നമുക്ക് എന്താ ഉണ്ടാവുക? ഒരു ഹൗസ് ഹോൾഡും ഉണ്ടാവും, ഒരു ഫേമും ഉണ്ടാവും. അപ്പൊ ഈ ഫേം എന്ത് ചെയ്യും? ഗുഡ്സ്, ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും? ഹൗസ് ഹോൾഡ് എന്താ ചെയ്യുക? ഇങ്ങോട്ട് വർക്കേഴ്സിനെ കൊടുക്കും. ആളുകൾ ഇവിടെ വർക്ക് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തും. പ്രൊഡക്ഷൻ ചെയ്ത ആളുകൾക്ക് ഇവര് വേജ് കൊടുക്കും അല്ലെ? അപ്പൊ ഹൗസ് ഹോൾഡ് എന്തായി? പൈസ കിട്ടി. ഇവിടെ ഓൾറെഡി പ്രൊഡക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഈ ആളുകൾ എന്ത് ചെയ്യും? ആ പൈസ ഇവിടേക്ക് കൊടുത്തിട്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഇങ്ങോട്ട് വാങ്ങും. ഇതാണ് ഒരു 2 സെക്ടർ മോഡൽ. ഒരു ഭാഗത്ത് ഫേം ഉണ്ടാവും, ഒരു ഭാഗത്ത് ഹൗസ് ഹോൾഡ് ഉണ്ടാവും. അതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഷോസ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് മണി ബിറ്റ്വീൻ ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ഇക്കോണമി. ഒരു സിമ്പിൾ 2 സെക്ടർ മോഡലില് ഒരു ഭാഗത്ത് ഫേം ഉണ്ടാവും, ഒരു ഭാഗത്ത് ഹൗസ് ഹോൾഡ് ഉണ്ടാവും. ഫേം എന്ത് ചെയ്യും? ആളുകളെ കൊടുക്കും. ഹൗസ് ഹോൾഡ് സപ്ലൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഫേം പേ ഇൻകം ടു ഹൗസ് ഹോൾഡ്. ഫേം എന്ത് ചെയ്യും? ഹൗസ് ഹോൾഡിന് ഇൻകം കൊടുക്കും. ഏതൊക്കെയാണ്? ലാൻഡിന് റെന്റ് കൊടുക്കും, ലേബറിന് വേജ് കൊടുക്കും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കും, ഓർഗനൈസേഷന് പ്രോഫിറ്റ് കൊടുക്കും. ഇനി എന്ത് ചെയ്യും? ഹൗസ് ഹോൾഡ് സ്പെൻഡ് ഇൻകം ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഹൗസ് ഹോൾഡ് ഫേം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും? പൈസ അങ്ങോട്ട് കൊടുക്കും. ആ പൈസക്ക് പകരമായിട്ട് ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കും. അപ്പോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻകം ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. ഔട്ട്പുട്ട് എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണെന്ത്? ഇൻകം. എന്താണോ ഇൻകം ആയിട്ട് കൊടുക്കുന്നത് അതാണ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സേവിങ് ആയിട്ട് കൊടുക്കുന്നത്. ഇതാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇനിയുള്ളതാണ് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് വരും എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അത് ഡബിൾ കൗണ്ടിങ് ആണ്.
ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ വാല്യൂ ഓഫ് സെയിം ഗുഡ്സ് കൗണ്ടഡ് 2 തവണ നമ്മൾ സെയിം സാധനത്തിന്റെ ഗുഡ്സ് എന്താ സെയിം വാല്യൂനെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സെയിം വാല്യൂനെ നമ്മൾ മെഷർ ചെയ്യുന്നതാണ് എന്ത്? ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ ഫൈനൽ ഗുഡ്സിനെ മാത്രം മെഷർ ചെയ്യുക, വാല്യൂ ആഡഡ് മെത്തേഡ് യൂസ് ചെയ്യുക. രണ്ടാമത്താണ് നോൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻസ്. മെനി പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ആർ നോട്ട് സോൾഡ് ഇൻ ദ മാർക്കറ്റ്. എല്ലാ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസും നമ്മൾ മാർക്കറ്റിൽ നമ്മൾ മാർക്കറ്റിൽ സെല് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏറ്റവും വലിയ ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ആണെന്ത്? നമ്മുടെ വീട്ടില് വീട്ടുകാര് വർക്ക് ചെയ്യുന്ന ഒരു സംഭവം അല്ലെ. വീട്ടില് ഉപ്പയും ഉമ്മയും ഒക്കെ വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ലൈക്ക് ഇപ്പൊ ഞാൻ ഉമ്മമാര് അല്ലെങ്കിൽ സ്ത്രീകളെ മാത്രം പറയുന്നത് അങ്ങനെ സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യണം എന്നുള്ളൊരു പാട്രിയാർക്കിക്കൽ വ്യൂ എന്നല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. എല്ലാവരും വർക്ക് ചെയ്യേണ്ടവരാണ്. പക്ഷെ നോർമലി നമ്മുടെ സൊസൈറ്റിയിൽ ആരാണ് വീട്ടിൽ ജോലി എടുക്കുന്നത്? സ്ത്രീകളാണ് അല്ലെ, അമ്മമാരാണ്. നമ്മളെ അമ്മമാരൊക്കെ 24 മണിക്കൂറും എന്ന് പറയുന്ന പോലെ ജോലി എടുക്കുന്നുണ്ട്, ഹൗസ് ഹോൾഡ് വർക്കുകൾ എടുക്കുന്നുണ്ട്. അത് ഒരു പ്രൊഡക്റ്റീവ് വർക്ക് അല്ലേ? അതിന് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ല. വളണ്ടറി വർക്ക്. ഇപ്പൊ നമ്മളിൽ പല ആളുകളും NSSൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെന്താ ഉള്ളത്? എന്തോ ഒരു സംഭവം ഇല്ലേ, റെഡ് സല്യൂട്ട്, എന്താണ് റെഡ് എന്താണ് റെഡ് ക്രോസ് അല്ലെ, സ്കൗട്ട് ആൻഡ് ഗൈഡ്. ഞാൻ ഇതിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഓക്കെ, ഇതിലൊക്കെ വർക്ക് ചെയ്താൽ നമുക്ക് എന്താ ആകെ കിട്ടുക? JRC, ജൂനിയർ റെഡ് ക്രോസ്. അതല്ലേ JRC അല്ലേ? അതല്ലേ JRC? അതോ രണ്ടും വ്യത്യാസമുണ്ടോ? ഓക്കെ. പിന്നെ ഒരു SPC ഒക്കെ ഉണ്ടായിരുന്നു, സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്. ഇതിലൊക്കെ വർക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രേസ് മാർക്ക് ഒക്കെ കിട്ടുമായിരുന്നു അല്ലെ? അല്ലപ്പോ ഗ്രേസ് മാർക്ക് പോലും കിട്ടാതെ നമ്മൾ വർക്ക് ചെയ്യുന്ന ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഇപ്പോ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യും അല്ലെ? നമുക്ക് കുറെ ടീമുകൾ അങ്ങനെയുണ്ട്. അപ്പോ ഇതൊന്നും നാഷണൽ ഇൻകത്തിൽ വരുന്നില്ല. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. അണ്ടർഗ്രൗണ്ട് എക്കോണമി, ഇല്ലീഗൽ ആൻഡ് അണ്ടർ റിപ്പോർട്ടഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ നോട്ട് പ്രോപ്പർലി റെക്കോർഡഡ്. ബ്ലാക്ക് മണി, ടാക്സ് ഇവേഷൻ, സ്മഗ്ലിങ്. ഇപ്പൊ ഞാൻ ഒരു കഞ്ചാവ് പ്രൊഡ്യൂസ് ചെയ്യാണ്, കഞ്ചാവ് വിൽക്കുന്നുണ്ട്. ഞാൻ വിൽക്കുന്നത് കാവ്യക്കാണ് അല്ലെങ്കിൽ സ്നേഹക്കാണ്. സ്നേഹനെ ഞാൻ ഇവിടെ കാണുന്നത്. ഞാൻ സ്നേഹക്ക് കഞ്ചാവ് വിറ്റു. ഞാൻ വെറുതെയാണോ കഞ്ചാവ് കൊടുക്കുക? സ്നേഹ എനിക്ക് ഒരു കഞ്ചാവിന് എനിക്ക് റേറ്റ് ഒന്നും അറിയില്ല കേട്ടോ. ഓക്കെ, ഒരു കഞ്ചാവിന് എനിക്ക് 10,000 രൂപ തന്നു, ഒരു ഗ്രാം കഞ്ചാവിന്. ഇതും ആക്ച്വലി ഒരു മോണിറ്ററിസ്റ്റിക് ട്രാൻസാക്ഷൻ അല്ലേ? ഞാനിവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇതൊരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി അല്ലേ? പ്രൊഡക്ഷനും നടന്നിട്ടുണ്ട്, മോണിറ്ററി ബെനിഫിറ്റും എനിക്ക് കിട്ടിയിട്ടുണ്ട്, മോണിറ്ററിസ്റ്റിക് ഇതും. അപ്പൊ ഇതൊരു സർക്കുലർ ഫ്ലോയില് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. എങ്ങനെ? ഫേം, ഹൗസ് ഹോൾഡ്. ഹൗസ് ഹോൾഡിൽ ഞാൻ എന്ത് ചെയ്യാണ്? വർക്കറിനെ കൊടുക്കണം, ഫവാസ് വർക്കർ. ഫേം എന്ത് ചെയ്യാണ്? കൃഷിസ്ഥലത്തിൽ കഞ്ചാവ് കൃഷി ചെയ്യാണ്. അത് ഹൗസ് ഹോൾഡിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. പകരം ഇവിടുന്ന് പൈസ അങ്ങോട്ട് പോവാണ്, പ്രൊഡക്റ്റ് ഇങ്ങോട്ട് വരികയാണ്, കഞ്ചാവ്. ഇതും ആക്ച്വലി നമുക്ക് ഒരു നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന്റെ ഐഡന്റിറ്റിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ന് കരുതിയിട്ട് നമുക്കത് GDP ഉൾപ്പെടുത്താൻ പറ്റുമോ? നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അതുപോലെ ട്രാൻസ്ഫർ പേയ്മെന്റും നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തൂല. അത് പെൻഷൻ, സ്കോളർഷിപ്പ്, അൺഎംപ്ലോയ്മെന്റ് അലവൻസ് പോലെ വൺ വേയിൽ പോകുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്യാപിറ്റൽ ഗെയിൻസ് അതായത് ഷെയറുകൾ വിൽക്കുമ്പോ, പ്രോപ്പർട്ടി വിൽക്കുമ്പോ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ പൊതുവെ ഉൾപ്പെടുത്താറില്ല. അതിന്റെ കാരണം എന്താണ്? അത് കറന്റ് പ്രൊഡക്ഷൻ അല്ല. നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുതുതായിട്ട് ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ പുതുതായിട്ട് പ്രോപ്പർട്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതും നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസും നമ്മൾ എന്ത് ചെയ്യാറില്ല? നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുത്താറില്ല. അതുപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് ഗവൺമെന്റ് സർവീസസ്, ഡിഫൻസ് പോലെയുള്ള
പോലീസ് പോലെയുള്ള ഇതിന്റെയൊക്കെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ഇതിനെ കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അതുപോലെ പ്രൈസ് റൈസസ് നമ്മൾ GDP ഡീഫ്ലേറ്റഡ് കേസിൽ പറഞ്ഞു. പ്രൈസ് കൂടുകയാണെങ്കിൽ നോമിനൽ നാഷണൽ ഇൻകം കൂടുന്നുണ്ടാവും, റിയൽ ഔട്ട്പുട്ട് കൂടണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2025 ഒരു ഷവർമയുടെ വില 150 അല്ല സോറി 100 100 രൂപയാണ്. ഓക്കെ, ഇത് 100 പ്രൊഡ്യൂസ് ചെയ്തു. എത്രയാവും? 100 × 100 എത്രയാണ്? 10,000 അല്ലെ അവിടുത്തെ GDP. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കേട്ടോ, 10,000. 2026 ഈ ഷവർമയുടെ വില 160 ഓക്കെ, 100 തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ എത്രയായി നാഷണൽ ഇൻകം? 16,000. ഇവിടെ നാഷണൽ ഇൻകത്തിൽ കൂടിയില്ലേ? 10,000 ഉള്ളത് 16,000 ആയില്ലേ? നമ്മുടെ നാഷണൽ ഇൻകം കൂടിയില്ലേ? എന്ന് കരുതിയിട്ട് നമുക്ക് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഈ നാഷണൽ ഇൻകം കൂടാനുള്ള കാരണം എന്താണ്? ഇത് നമ്മൾ നോമിനലാണ് മെഷർ ചെയ്തത്, P1 Q1 ആണ് മെഷർ ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇംപ്രൂവ്മെന്റ് വന്നതും എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പ്രൈസ് ചേഞ്ചസും, അപ്പൊ ഇക്കണോമിക് ഗ്രോത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നോമിനൽ ആയിട്ടുള്ള ഒരു സാധനത്തിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിയൽ GDP-നെ യൂസ് ചെയ്യേണ്ടി വരും എന്നർത്ഥം. ഇനി നാഷണൽ ഇൻകത്തെ അതുപോലെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു വെൽഫെയർ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല. അതിൽ ലിമിറ്റേഷൻ ഉണ്ട്. ഒന്ന്, ഡസ് നോട്ട് ഷോ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അംബാനിയുടെയോ അദാനിയുടെയോ ഇൻകം കൂടിയാലും നാഷണൽ ഇൻകം കൂടിയ പോലെ തന്നെയാണ് ഉണ്ടാവുക. ഇറ്റ് ഇഗ്നോർസ് നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ്. മാർക്കറ്റിന് പുറത്തുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ബ്ലാക്ക് മണി മാർക്കറ്റ് പോലെയുള്ള, അല്ലെങ്കിൽ പഞ്ചാബ് പോലെയുള്ള അങ്ങനത്തെ വിഷയങ്ങളൊന്നും, നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. അതുപോട്ടെ, അങ്ങനത്തെ വിഷയങ്ങൾ പറയേണ്ട, നമ്മുടെ വീട്ടിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നത് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുപോലെ എൻവിയോൺമെന്റൽ ഡീഗ്രഡേഷൻ, വലിയ ഗ്രോത്ത് ഉണ്ട് നമ്മുടെ നാട്ടിൽ, പക്ഷെ എല്ലാ ഗ്രോത്തും മലകളും കുന്നും ഒക്കെ ഇടിച്ചു നിരത്തിയിട്ടാണ്. എന്നുണ്ടെങ്കിലും കാര്യമില്ല. ലേഷ്യർ മെഷർ ചെയ്യുന്നില്ല, ക്വാളിറ്റി ഓഫ് ലൈഫ് മെഷർ ചെയ്യുന്നില്ല. ഇറ്റ് ആൾസോ ഇൻക്ലൂഡ് ഹാംഫുൾ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇറ്റ് ഇഗ്നോർ റീജിയണൽ ഇനീക്വാളിറ്റീസ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ മൊത്തത്തിലാണ് നാഷണൽ ഇൻകം GDP ഒക്കെ നമ്മൾ പറയുന്നത്. അതില് കേരളത്തിൽ എത്ര ഉണ്ടെന്നോ, കേരളത്തിൽ നിന്ന് പാടെ വ്യത്യസ്തമായിട്ട് ബംഗാളിൽ എത്ര ഉണ്ടെന്നോ, അതിലേറെ കഷ്ടത്തില് ഉത്തർപ്രദേശിന്റെ ഭാഗങ്ങളിൽ എത്ര ഉണ്ടെന്നൊന്നും നമ്മൾ മെഷർ ചെയ്യുന്നില്ല. അപ്പൊ GDP ഓർ നാഷണൽ ഇൻകം ഒരിക്കലും എന്തല്ല, ഒരു വെൽഫെയർ മെഷർമെന്റ് അല്ല എന്നർത്ഥം. ഓക്കെ, ഇനിയുള്ളതാണ് ഗ്രീൻ GDP അല്ലെങ്കിൽ ഗ്രീൻ നാഷണൽ ഇൻകം എന്നൊക്കെ നമുക്ക് പറയാം, ഗ്രീൻ NNP എന്നൊക്കെ നമുക്ക് പറയാം. ഗ്രീൻ നാഷണൽ ഇൻകം അഡ്ജസ്റ്റ് കൺവെൻഷണൽ നാഷണൽ ഇൻകം ഫോർ എൻവിയോൺമെന്റൽ കോസ്റ്റ്. അപ്പോ ഇതിനെ നമുക്ക് ഗ്രീൻ GDP എന്നും വേണമെങ്കിൽ പറയട്ടോ. ഗ്രീൻ GDP ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക? നോർമൽ GDP-യിൽ നിന്ന് എൻവിയോൺമെന്റൽ ഡീഗ്രഡേഷനും ഡിപ്ലക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസും നമ്മൾ കുറക്കുക. എങ്ങനെയാണ് ഗ്രീൻ GDP കണ്ടെത്തുക? GDP-യിൽ നിന്ന് എൻവിയോൺമെന്റൽ ഡീഗ്രഡേഷനും ഡിപ്ലഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസും നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഗ്രീൻ GDP. ഇനി ഗ്രീൻ NNP നമ്മൾ എങ്ങനെ കണ്ടെത്തുക? എൻവിയോൺമെന്റൽ ഡീഗ്രഡേഷനിൽ നിന്ന് ഡിപ്ലക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് NNP-യിൽ നിന്ന് നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ഇത് കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. GDP ഈസ് ബേസ്ഡ് ഓൺ ഡൊമസ്റ്റിക് ടെറിട്ടറി ആണ്. GNP ഈസ് ബേസ്ഡ് ഓൺ നോർമൽ റെസിഡൻസ് ആണ്. അത് ഇന്ത്യയിലാവാം, അമേരിക്കയിലാവാം, ചൈനയിലാവാം. ഗ്രോസ് എന്ന് പറഞ്ഞാൽ അതിൽ ഡിപ്രീസിയേഷൻ ഉൾപ്പെടും. GDP അതിൽ ഡിപ്രീസിയേഷൻ ഉണ്ട്. GNP അതിലും ഡിപ്രീസിയേഷൻ ഉണ്ട്. നെറ്റ് എന്ന് പറഞ്ഞാലോ അത് ഡിപ്രീസിയേഷനെ കുറക്കും. അതായത് ഡിപ്രീസിയേഷൻ, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഡിപ്രീസിയേഷൻ എന്തെങ്കിലും കുറക്കും. മാർക്കറ്റ് പ്രൈസ് ഇൻക്ലൂഡസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അതുപോലെ ഫാക്ടർ കോസ്റ്റ് എക്സ്ക്ലൂഡസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്.
ട്രാൻസ്ഫർ പേയ്മെന്റ് നാഷണൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ കുറക്കും. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കുറക്കും. റിയൽ ജി ഡി പി കോൺസ്റ്റന്റ് പ്രൈസിലാണ്. നോമിനൽ ജി ഡി പി കറന്റ് പ്രൈസിലാണ്. ജി ഡി പി ഡീഫ്ലേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് മെത്തേഡ് വാല്യൂ ആഡഡ് മെത്തേഡ് ആണ്. ഇൻകം മെത്തേഡ് ഫാക്ടർ ഇൻകം മെത്തേഡ് ആണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫൈനൽ എക്സ്പെൻഡിച്ചർ ആണ് എന്നും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ മാക്രോ ഇക്കണോമിക്സിലെ ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ തീർന്നു. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് യൂണിറ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ബാക്കി നാളെ എടുക്കാം. ഞാൻ ഓക്കെയാണ്, കാരണം നെറ്റിനാകെ നമ്മുടെ മുമ്പിൽ ഇനി ഒരു 20 ദിവസത്തിന്റെ അടുത്തുള്ളൂ. നെറ്റും ജെ ആർ എഫും വാങ്ങുക എന്നുള്ളത് നിങ്ങളുടെയും എന്റെയും ഒക്കെ ലക്ഷ്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഐ എം ഓക്കെ. ജസ്റ്റ് ചാറ്റ് ബോക്സിൽ പറയൂ, ക്ലാസ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ? കാവ്യ ഓക്കെയാണ്. ബാക്കിയുള്ളവരും കൂടി അഭിപ്രായം പറയൂ. ഐഫോൺ, ഫിദ, വിബിത, അലീന, മനുപ്രസാദ്, മൂസിന, സ്നേഹ. ഓക്കെ, ഫിദ ഇൻഡിഫറന്റ് ആണ്. ഫിദ നെറ്റ് കിട്ടുന്നതാണോ അതോ ഇനിയും വീട്ടിലിരിക്കുന്നതാണോ? ഇത് തമ്മിലാണ് ഇൻഡിഫറന്റ്. ഒന്നെങ്കിൽ ഫിദക്ക് നെറ്റ് കിട്ടും, അല്ലെങ്കിൽ വീട്ടിലിരിക്കും. ഇനിയിപ്പോ പി ജി ചെയ്യുന്ന ആളാണെങ്കിൽ ഒന്നെങ്കിൽ നെറ്റ് കിട്ടും, അല്ലെങ്കിൽ പി ജി ഇങ്ങനെ വെറുതെ കംപ്ലീറ്റ് ആക്കാം. ഇതിൽ ഏതിലാ ഇൻഡിഫറന്റ് ആവുന്നത്? ബാക്കിയുള്ളവരും പറയൂ. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് എടുക്കാം. ബാക്കിയുള്ളവരോടും കൂടി പറയൂ അവരുടെ അഭിപ്രായങ്ങൾ. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം നിറച്ചിട്ട് വരാം കുടിക്കാൻ. ഹലോ.
6 ആളായി കുറഞ്ഞു അല്ലേ? നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന, അതേസമയം വളരെയധികം പാസ് പേഴ്സൻറ്റേജ് കുറവുള്ള ഒരു എക്സാം ആണ്. ഇതിലിപ്പോ എനിക്ക് അറിയാവുന്ന 6 തവണ നെറ്റ് എഴുതിയിട്ടും നെറ്റ് കിട്ടാത്ത, അല്ലെങ്കിൽ 8 തവണ എഴുതിയിട്ടും നെറ്റ് കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാള് 9ാമത്തെ തവണയാണ് നെറ്റ് എഴുതിയിട്ട് നെറ്റ് കിട്ടുന്നത്, നമ്മുടെ ക്ലാസ്സിലുള്ള ഒരാള്. അപ്പോ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു സാധനം നമ്മൾ എക്സാം എഴുതിയിട്ട് നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മറ്റു കുട്ടികളെക്കാൾ നമ്മൾ എഫേർട്ട് ഇടുകയും മറ്റു കുട്ടികളെക്കാൾ നമ്മൾ പഠിക്കുകയും സമയം കണ്ടെത്തുകയും ഒക്കെ ചെയ്യണം. ഇതിൽ ജോലിയുള്ള ആളുകൾ ഉണ്ടാവും, ജോലി ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും, PG പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും, PG കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോ ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും നമ്മൾ എത്രത്തോളം എഫോർട്ട് ഇടുന്നുണ്ട്, നമ്മൾ നമ്മുടെ സമയം എത്രത്തോളം ഇതിനു വേണ്ടി കൊടുക്കുന്നുണ്ട്, ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറ്റ് ദ ലാസ്റ്റ് നമ്മുടെ റിസൾട്ടിനെ സ്വാധീനിക്കാൻ പോകുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ എടുത്ത ക്ലാസ് നിങ്ങൾ കേൾക്കുകയും ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എക്കണോമിക്സിൽ നെറ്റ് വാങ്ങിക്കാനുള്ള ഒരു കാര്യം, ഒരു 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 പൊസിഷനിലേക്ക് നമ്മൾ ഇനി വരുന്ന ഒരു 20 ദിവസം കൊണ്ട് എത്തിച്ചു തരും. 20 ദിവസം കൊണ്ട് എത്തിച്ചു തരും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ എത്ര സമയം ഉണ്ടെങ്കിലും ഉറക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഞാൻ ജസ്റ്റ് റെക്കോർഡ് ഒന്ന് ഓഫ് ആക്കട്ടെ കേട്ടോ.